ശാന്തി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ബാപ്ദാദയുടെ അവ്യക്ത മഹാവാക്യം 18/1/2010 മുരളിയുടെ സാരം. ब्रह्मा बाप समान नष्टो मोह स्मृति स्वरूप बनने के लिए मन का टाइम टेबल बनाकर कर्म करते कर्मयोगी अशरीरी बनने का अभ्यास करो. ബ്രഹ്മ ബാബയെ പോലെ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപരാകാൻ വേണ്ടി മനസ്സിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കി കർമ്മം ചെയ്ത് കർമ്മയോഗി അശരീരി ആകാനുള്ള അഭ്യാസം ചെയ്യും. അല്ലെ, ബാപ് സമാനായി തീരാൻ. കാരണം നമ്മുടെ ഇപ്പോ ജനുവരി മാസം അല്ലെ, അവ്യക്ത മാസമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അല്ലെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മ ബാബയെ പോലെ നമുക്ക് അല്ലെ നമ്മുടെ ഗീത അധ്യയനം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുരുഷാർത്ഥി ജീവിതം, ഇതിന്റെ ലക്ഷ്യം ഏറ്റവും ലാസ്റ്റ് നഷ്ടോ മോഹാസ്മൃതി സ്വരൂപരാകലാണ്. അപ്പൊ അതിനുവേണ്ടി മനസ്സിന് ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും കർമ്മയോഗി അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യാൻ പറയാണ്. ബാപ്ദാദ പറയുന്നു, आज चारों ओर के बच्चों में विशेष स्नेह समाया हुआ है. ഇന്ന് നാനാഭാഗത്തുമുള്ള കുട്ടികളിൽ വിശേഷ സ്നേഹമുണ്ട്. ബാബ ഇന്ന് സ്നേഹത്തെയാണ് കാണുന്നത്. കാരണം ബാബ എപ്പോഴും പറയാറുണ്ട്, ജനുവരി 18 സ്നേഹത്തിന്റെ ദിനമാണ്, അല്ലെ സ്മൃതിയുടെ ദിനമാണ്, സമർത്ഥതയുടെ ദിനമാണ്. അതുകൊണ്ട് തന്നെ ബാബ ഇന്ന് കണ്ടത് നാനാഭാഗത്തുമുള്ള കുട്ടികളിലെ വിശേഷിച്ചും സ്നേഹമാണ് ബാബ കണ്ടത്. ആജ് കെ ദിൻ കോ കഹത്തെ ഹി ഹേ സ്മൃതി ദിവസ്. ഇന്നത്തെ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സ്മൃതി ദിവസം. ബാപ് ദാദാനെ അമൃത് വേളെ സെ ചാരോം ഓർ ദേഖാ, चाहे देश में चाहे विदेश में सभी बच्चों के दिल में बाप के स्नेह की तस्वीर दिखाई दी. അപ്പൊ ബാപ്ദാദ അമൃതവേള മുതൽ തന്നെ നാനാഭാഗത്തും ബാബ എന്താ കണ്ടത്? അത് ദേശത്തായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ, ബാബ എല്ലാ കുട്ടികളുടെയും ഹൃദയത്തില് ബാബ കണ്ടത് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ. അപ്പോ ബാബയുടെ സ്നേഹത്തിന്റെ മുഖം ചിത്രം കാണപ്പെട്ടു. ബാബയുടെ സ്നേഹത്തിന്റെ ചിത്രമാണ് കാണപ്പെട്ടത്. और बाप के दिल में भी हर एक बच्चे के स्नेह की तस्वीर समाई हुई थी. ഇനി ബാബയുടെ ഹൃദയത്തിൽ എന്തായിരുന്നു? ഓരോ കുട്ടിയുടെയും സ്നേഹത്തിന്റെ ചിത്രമാണ് കാണപ്പെട്ടത്. അല്ലെ, അച്ഛന്റെ ഹൃദയത്തിൽ കുട്ടികളുടെ സ്നേഹത്തിന്റെ ചിത്രം, എന്നാൽ കുട്ടികളുടെ ഹൃദയത്തിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ചിത്രം. രണ്ടു കൂട്ടരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ചിത്രങ്ങളാണ്, സ്നേഹത്തിന്റെ ചിത്രങ്ങളാണ് കാണപ്പെട്ടത്. പണ്ട് കഥയിൽ പറയില്ലേ, പുരാണ കഥയിൽ ഹനുമാന്റെ അല്ലെ ഹൃദയം മാറിടം പിളർന്നപ്പോ അവൾക്ക് പിളർന്നു നോക്കിയപ്പോൾ അവിടെ കണ്ടത് രാമന്റെ ചിത്രമായിരുന്നു എന്ന് പറയും. അതേപോലെ ഓരോ കുട്ടിയുടെ ഹൃദയം തുറന്നു നോക്കിയാൽ അവിടെ കാണുക ബാബയാണ്. ഇനി ബാബയുടെ ഹൃദയം നോക്കിയാൽ അവിടെ കുട്ടികളെയുമാണ് കാണപ്പെടുന്നത്. आज के दिन को विशेष स्नेह का स्मृति का दिवस कहते हो. അപ്പൊ ഇന്നത്തെ ദിവസം ജനുവരി 18 ഇത് വിശേഷിച്ചും സ്നേഹത്തിന്റെ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ സ്മൃതിയുടെ ദിവസം എന്നാണ് പറയപ്പെടുക. बाप दादा ने अमृत वेले से भी पहले बच्चों के तरफ से अनेक स्नेह के मोतियों की मालाएं देखी. അപ്പൊ ബാപ്ദാദ അമൃതവേളയ്ക്ക് മുമ്പ് തന്നെ, അമൃതവേള സമയത്തിന് മുമ്പ് തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്നും അനേകം സ്നേഹത്തിന്റെ മുത്തുകളുടെ മാലകളാണ് ബാപ്ദാദ കണ്ടത്. हर एक बच्चे के दिल में ऑटोमेटिक
यह गीत बज रहा है मेरा ബാബാ ബ്രഹ്മ ബാബാ മീഠാ ബാബാ. അപ്പൊ ബാബ എന്താ കേട്ടത്? ഓരോ കുട്ടിയുടെയും ഹൃദയത്തില് ഓട്ടോമാറ്റിക്കായി ഇന്നത്തെ ദിവസം ഒരു പാട്ട് ഇങ്ങനെ മുഴങ്ങിയിരുന്നു. ഓരോ കുട്ടിയുടെ ഹൃദയത്തില് ഒരൊറ്റ പാട്ട് മാത്രം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ ബാബ ബ്രഹ്മ ബാബ മീഠാ ബാബ, മധുരമായ ബാബ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. और बाप दादा के दिल में यह गीत बज रहा है मीठे बच्चे प्यारे बच्चे. ഇനി ബാപ്ദാദയുടെ ഹൃദയത്തിൽ പാടുന്ന പാട്ടാണ് മധുരമായ കുട്ടികളെ, സ്നേഹിയായ കുട്ടികളെ, പ്രിയപ്പെട്ട കുട്ടികളെ. ഈ പാട്ടായിരുന്നു ബാപ്ദാദയുടെ ഹൃദയത്തിലും പാടിക്കൊണ്ടിരുന്നത്. आज हर एक के अंदर और शक्तियों के सिवाय स्नेह की शक्ति ज्यादा समाई हुई है. അപ്പൊ ഇന്നത്തെ സ്നേഹത്തിന്റെ ദിനം 18-ാം തീയതി ഓരോ കുട്ടിയുടെയും ഉള്ളില് മറ്റ് ശക്തികൾക്ക് പകരം, അതായത് നമുക്ക് ഒരുപാട് മറ്റ് ശക്തികൾ ധാരാളം ഉണ്ടല്ലോ ആത്മാവില്, അപ്പൊ മറ്റ് ശക്തികൾക്ക് പകരം ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെട്ടത് സ്നേഹത്തിന്റെ ശക്തിയായിരുന്നു. ബാക്കി ശക്തികളെല്ലാം പിന്നെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട ശക്തി ഇന്ന് സ്നേഹത്തിന്റെ ശക്തിയായിരുന്നു. ए परमात्म स्नेह, ईश्वरीय स्नेह सिर्फ संगम युग पर ही अनुभव होता है. അപ്പൊ ഈ പരമാത്മ സ്നേഹം, ഈശ്വരീയ സ്നേഹം സംഗമ യുഗത്തിൽ മാത്രമേ നമുക്ക് അനുഭവപ്പെടുള്ളൂ. വേറെ ഒരു യുഗത്തിലും കിട്ടില്ല. ഏറ്റവും ഉയർന്ന സ്നേഹമാണത്. അത് പരമമായ സ്നേഹമാണ്, ഈശ്വരന്റെ സ്നേഹം. അപ്പൊ ആ സ്നേഹം നമുക്ക് കിട്ടുന്നത് സംഗമ യുഗത്തിൽ മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഏ പരമാത്മ സ്നേഹ ജോ അനുഭവി ജാനെ ഹർ ഏക് ബच्चे को सहज योगी बना देता है. അപ്പൊ ഈ പരമാത്മ സ്നേഹം ഇത് അനുഭവികൾക്കല്ലേ ഇത് അറിയുള്ളൂ. ആരനുഭവിച്ചോ അവർക്കല്ലേ ഈ പരമാത്മ സ്നേഹം എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ ഈ സ്നേഹമാണ്, ഈ പരമാത്മ സ്നേഹം ഓരോ കുട്ടികളെയും എന്താക്കി മാറ്റും? സഹജയോഗിയാക്കി മാറ്റും. ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് യോഗം ചെയ്യാൻ പറ്റണില്ല, എനിക്ക് ഒരുപാട് ചിന്തകൾ വരുന്നു എന്നുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവരെ സഹജയോഗിയാക്കി മാറ്റും. അതാണ് പരമാത്മ സ്നേഹം. बाप दादा ने देखा सर्व बच्चों में स्नेह का अनुभव बहुत बहुत समाया हुआ है. ഇനി ബാപ്ദാദ എന്താ കണ്ടത്? ഓരോ കുട്ടിയിലും, ബാബയുടെ എല്ലാ മക്കളിലും സ്നേഹത്തിന്റെ അനുഭവം, വളരെ നല്ല സ്നേഹത്തിന്റെ അനുഭവം എല്ലാ കുട്ടിയിലും ഉണ്ട്. അല്ല, ബാബയുടെ സ്നേഹം കിട്ടുന്നില്ല എന്നൊരു ഫീലിംഗ് ആർക്കുമില്ല. എല്ലാ കുട്ടിക്കും ബാബയുടെ സ്നേഹം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആപ് സബ്കാ ജനം കാ ആധാർ സ്നേഹിക്കേ. ഇനിയോ നിങ്ങൾ എല്ലാവരുടെയും ജന്മത്തിന്റെ ആധാരം തന്നെ സ്നേഹമാണ്. നമ്മൾ ബാബയുടെ കുട്ടിയെ ജന്മമെടുത്തതേ ബാബയോടുള്ള സ്നേഹത്തിന്റെ ആധാരത്തിലല്ലേ ജന്മം കിട്ടിയത്. ऐसा कोई भी बच्चा नहीं दिखाई देता और शक्तियां कम भी हो, लेकिन बाप का स्नेह या निमित्त बनी हुई विशेष आत्माओं के स्नेह का अनुभव मेजॉरिटी सभी के दिल में, चेहरे में दिखाई देता है. ഇനി ബാബ പറയാ, ഒരു കുട്ടി പോലും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അതായത് മറ്റ് ശക്തികളൊക്കെ കുറഞ്ഞോട്ടെ, അല്ലെ, ധാരാളം മറ്റ് ശക്തികൾ ഉണ്ടല്ലോ നമുക്ക് നേരിടാനുള്ള ശക്തി, സഹനശക്തി, അങ്ങനെ ഒരുപാട് ശക്തികൾ നമുക്കുണ്ട്. അപ്പൊ ആ ശക്തികളെല്ലാം കുറവായിക്കോട്ടെ, പക്ഷേ ബാബയുടെ സ്നേഹം നിമിത്തമായിട്ടുള്ള വിശേഷ ആത്മാക്കളുടെ സ്നേഹം, ഇവയുടെ അനുഭവം മെജോറിറ്റി, ഭൂരിഭാഗം എല്ലാ കുട്ടികളുടെ ഹൃദയത്തിലുമുണ്ട്, മുഖത്തും കാണപ്പെടുന്നുണ്ട്. ഇല്ല, ബാബയോട് ബാബ എനിക്ക് ശക്തിയില്ല, സഹനശക്തി ഇല്ല, നേരിടാനുള്ള ശക്തി ഇല്ല. അപ്പൊ പല ശക്തിയുടെയും കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ സ്നേഹത്തിന്റെ ശക്തിയുടെ കുറവ് ആർക്കുമില്ല. അത് ബാബയുടെ സ്നേഹമായിക്കോട്ടെ, വിശേഷിച്ചും നിമിത്തമായിട്ടുള്ള ആത്മാക്കളുടെ സ്നേഹമായിക്കോട്ടെ, ഈ രണ്ടിന്റെയും അനുഭവം ഇതെല്ലാ കുട്ടികളുടെ ഹൃദയത്തിലും ഉണ്ട്. ഹൃദയത്തിൽ മാത്രമല്ല, മുഖത്ത് കാണപ്പെടുന്നുണ്ട്. अभी आप सबको आज विशेष यहाँ तक किसने पहुंचाया?
ബാബ ചോദിക്കുക, നിങ്ങളെല്ലാവരെയും ഇപ്പോ വിശേഷിച്ചും ഇവിടെ വരേക്കും ആരാ നിങ്ങൾ എത്തിച്ചത്? അല്ലെ, നമ്മള് യജ്ഞത്തിൽ ഇത്രയും കാലം അല്ലെ, ഇത്രയും സമയം വരേക്കും, ഈ ടൈം വരേക്കും നമ്മളെ ആരാണ് എത്തിച്ചത്? കിസ് വിമാനമേയായി. ഇനി ബാബ ചോദിക്കുകയാണ്, ഏത് വിമാനത്തിലാണ് നിങ്ങൾ വന്നത്? ഇപ്പോ നിങ്ങളെ എല്ലാവരെയും വിശേഷിച്ചും ഇന്ന് ഇവിടെ വരേക്കും ആരാണ് എത്തിച്ചത്? മധുബനിലേക്ക് ആരെ എത്തിച്ചു? കാരണം ബാബയുടെ ദിവസമാണ് 18-ാം തീയതി. അപ്പൊ ബാബാ മിലനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇവിടേക്ക് ആരാ എത്തിച്ചത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്? നിങ്ങൾ ഏത് വിമാനത്തിലാ വന്നത്? ട്രെയിനിലാണോ വന്നത്? വിമാനത്തിലാണോ വന്നത്? ബാബ ചോദിക്കുക, സബ്കി സൂറത്തുമേ സ്നേഹക്കെ പ്ലെയിൻ സെ പഹൂഞ്ച് ഗേ. അപ്പൊ എല്ലാവരുടെയും മുഖത്തിൽ എന്താ കാണപ്പെട്ടത്? സ്നേഹത്തിന്റെ പ്ലെയിനില്, സ്നേഹത്തിന്റെ വിമാനത്തിലാണ് എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നത്. കുച്ച് ബി കർണ പടാ ലേക്കിൻ സ്നേഹക്കെ പ്ലെയിൻ മേ സബി പഹൂഞ്ച് ഗേ ഹോ. അപ്പൊ തീർച്ചയായിട്ടും മധുബനിലേക്ക് എത്താൻ മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഇവിടെ എത്തിയത് ശരിക്കും എങ്ങനെയാണ്? സ്നേഹത്തിന്റെ വിമാനത്തില് എല്ലാവരും എത്തിച്ചേർന്നു. കാരണം ബാബയോട് സ്നേഹം നമുക്ക് ഇല്ല എങ്കിൽ പ്ലെയിൻ ഉണ്ടായാലും ട്രെയിൻ ഉണ്ടായാലും എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും മധുബനിലേക്ക് എത്തില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഏത് റൂട്ടിലാണെങ്കിലും, അതായത് വിമാനമാണെങ്കിലും ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ഏത് വഴിക്ക് നമുക്ക് സ്ഥൂലമായിട്ട് പോകണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് സ്നേഹത്തിന്റെ വിമാനാണ്. അതില്ലെങ്കിൽ നമുക്ക് എത്ര സൗകര്യം ഉണ്ടായാലും എത്തിച്ചേരാൻ പറ്റില്ല. ആജ് കെ ദിൻ കോ സ്മൃതി ദിവസ് കഹാ ജാതാ ഹെ. അപ്പൊ ഇന്നത്തെ ദിവസത്തെയാണ് സ്മൃതി ദിവസം എന്ന് പറയും. ലേക്കിൻ സ്മൃതി ദിവസ് കെ സാത്ത് സാത്ത് സമർത്ഥി ദിവസ് ഭി കഹാ ജാതാ ഹെ. ഈ സ്മൃതി ദിവസത്തോടൊപ്പം തന്നെ സമർത്ഥി ദിവസം എന്നും പറയപ്പെടും. ആജ് കെ ദിൻ കോ താജ് പോഷി കാ ദിൻ ഭി കഹാ ജാതാ ഹെ. ഇനി ഇന്നത്തെ ദിവസത്തെ കിരീടധാരണ ദിവസം എന്നും പറയും. കിരീടം ധരിപ്പിക്കുക, അധികാരത്തിന്റെ കിരീടം ധരിപ്പിക്കുന്ന ദിവസം എന്നും പറയാം. क्योंकि आज के दिन बाप दादा ने विशेष ब्रह्मा बाप ने निमित्त बने हुए महावीर बच्चों को विश्व सेवा का ताज पहनाया. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഈ ദിവസം ബാപ് ദാദ വിശേഷിച്ചും ബ്രഹ്മ ബാബ നിമിത്തമായിട്ടുള്ള മഹാവീരനായ കുട്ടികൾക്ക് വിശ്വസേവനത്തിന്റെ കിരീടം ധരിപ്പിച്ചു. बाप ब्रह्मा बाप खुद अनोन हुए और बच्चों को विश्व सेवा के स्मृति का तिलक दिया. ഇനി ബാബ പറയാണ്, അച്ഛൻ ബ്രഹ്മാവാകുന്ന അച്ഛൻ, രണ്ടുപേരും ശിവ് ബാബയും ബ്രഹ്മ ബാബയും രണ്ടുപേരും ഗുപ്തമായി കൊണ്ട് കുട്ടികളെ വിശ്വസേവനത്തിന്റെ സ്മൃതിയുടെ തിലകം ബാബ കുട്ടികൾക്ക് നൽകി. വിശ്വസേവനത്തിന്റെ സ്മൃതിയുടെ തിലകം ബാബ കുട്ടികൾക്ക് നൽകി. ബച്ചോം കോ കരൻഹാർ ബനായ और സ്വയം കരാവൻഹാർ ബനെ. ബാബ കുട്ടികളെ എന്താണ് ചെയ്തത്? ചെയ്യുന്നവരാക്കി മാറ്റി. ബാബ സ്വയം ചെയ്യിപ്പിക്കുന്നവനായി മാറി. ബാബ ചെയ്യിപ്പിക്കുക, കുട്ടികളെ ചെയ്യുക. अपने समान फरिश्ते रूप का वरदान देकर लाइट का ताज पहनाया. ബാബയെ പോലെ തന്നെ ഫരിസ്ത രൂപത്തിന്റെ വരദാനം നൽകിക്കൊണ്ട് പ്രകാശത്തിന്റെ കിരീടം ധരിപ്പിച്ചു ബാബ. ബാബയെ പോലെയിട്ട് മാറാൻ, ബാബ് സമാൻ ഫരിസ്ത രൂപത്തിന്റെ വരദാനം കൊടുത്തുകൊണ്ട് പ്രകാശത്തിന്റെ കിരീടം ധരിപ്പിച്ചു. बाप दादा ने जो ताज तिलक का वरदान दिया उसी प्रमाण बच्चों का कर्तव्य देख खुश है. അപ്പൊ ബാപ്ദാദ ഏതൊരു തിലകമാണോ ഏതൊരു കിരീടമാണോ ഇതിന്റെ വരദാനം നൽകിയത്, അതിനനുസരിച്ചുള്ള കുട്ടികളുടെ കർത്തവ്യം കണ്ടുകൊണ്ട് ബാബയ്ക്ക് ഒരുപാട് സന്തോഷമായി. ബच्चों ने सेवा का वरदान कार्य में लाया. കുട്ടികൾ സേവനത്തിന്റെ വരദാനം കാര്യത്തിൽ കൊണ്ടുവന്നു.
ബാബ വിശ്വസേവനത്തിന്റെ വരദാനം കൊടുത്തു കഴിഞ്ഞു. കിരീടം വെച്ചു കൊടുത്തു, ഉത്തരവാദിത്വം വെച്ചു കൊടുത്തു. അപ്പോ ഈ വരദാനത്തെ കുട്ടികൾ എന്ത് ചെയ്തു? കാര്യത്തിൽ കൊണ്ടുവന്നു, അത് ചെയ്തു കാണിച്ചു. യഹ് ദേഖ് ബാപ് ദാദ ഖുഷി. ഇത് കണ്ടിട്ട് ബാപ് ദാദ സന്തോഷിക്കുകയാണ്. अभी तक जो पार्ट बजाया है और आगे भी बजाना है उसकी पदम गुणा ब्रह्मा बाप विशेष मुबारक दे रहे हैं. ഇപ്പോ വരേക്കും ഏതൊരു പാർട്ടാണോ അഭിനയിച്ചത്, ഇനി എന്താണോ മുന്നോട്ട് അഭിനയിക്കേണ്ടത്, അല്ല ഇതുവരേക്കും നമ്മൾ എന്തെല്ലാം പാർട്ട് അഭിനയിച്ചോ, ഇനി നമുക്ക് എന്തൊക്കെ പാർട്ട് അഭിനയിക്കണമോ അതിന്റെ കോടി മടങ്ങ് ബാബ, ബ്രഹ്മ ബാബ അതിന് കോടി മടങ്ങ് മുബാറക് ആശംസകൾ നമുക്ക് നൽകുകയാണ്. കോടി മടങ്ങ് ആശംസ. വാഹ് ബച്ചേ വാഹ്. ആഹാ കുട്ടികളെ ആഹാ. ബാബ ആശംസ തന്നുകൊണ്ട് ഗീതം പാടുകയാണ്, കുട്ടികളുടെ മഹിമ പാടുകയാണ്. ആഹാ കുട്ടികളെ ആഹാ. വിദേശ് മേ ഭി ചക്കർ ലഗായ തോ ക്യാ ദേഖാ. അപ്പൊ ബാബ വിദേശത്തിലും പോയി, അപ്പൊ വിദേശത്തിലും ചക്രം കറങ്ങി. അപ്പൊ എന്താണ് കണ്ടത് ബാബ? ഹർ ബച്ച സ്നേഹമേ സമായ ഹുവാ ഹെ. ഓരോ കുട്ടിയും സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നതാണ് ബാബ കണ്ടത്. ജോ ബാപ് ദ്വാരാ സമർത്ഥ്യാ മിലി ഹെ ക്യോंकि यह दिन विशेष स्नेह से समर्थियों का वरदान प्राप्त करने का दिन है. ഇനി ബാബ പറയാണ്, ബാബയിലൂടെ എന്തെല്ലാം സമർത്ഥതകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ജീവിതം സമർത്ഥായത് ബാബയെ കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ എന്തെല്ലാം സമർത്ഥികൾ ബാബയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ദിവസം വിശേഷിച്ചും സ്നേഹം കൊണ്ട്, സ്നേഹത്തിലൂടെ സമർത്ഥത്തിന്റെ വരദാനം പ്രാപ്തമാക്കുന്നതിന്റെ ദിനമാണ് ഇന്നത്തെ ദിനം. നമുക്ക് സമർത്ഥത കൈവരിക്കേണ്ട ജീവിതത്തില്. അപ്പൊ അത് സ്നേഹത്തിലൂടെ സമർത്ഥത കൈവരിക്കുക അല്ലെങ്കിൽ അതിന്റെ വരദാനം പ്രാപ്തമാക്കാനുള്ള ദിനമാണ് ഇന്നത്തെ ഈ ദിനം. ബാപ് ദാദാ ने देखा कोई कोई बच्चे बहुत अच्छे लगन में याद में सेवा में लगे हुए ही. അപ്പൊ ബാപ് ദാദ കണ്ടത് പല കുട്ടികളും വളരെ നല്ല ലഹരിയില്, ഓർമ്മയില്, സേവനത്തില് മുഴുകിയിരിക്കുകയാണ്. അമൃത് വേള ബഹുത് അച്ഛി രീതി സെ അനുഭവ് കർത്തേ ഹി. ഇനി ബാബയുടെ കുട്ടികള് അമൃതവേളയിലും വളരെ നല്ല രീതിയിലുള്ള അനുഭവം ചെയ്യുന്നുണ്ട്. വളരെ നല്ല ബാബയിൽ നിന്ന് അനുഭവം എടുക്കുന്നുണ്ട് കുട്ടികൾ അമൃതവേളയില്. അശരീരി പൻകാബി അനുഭവ് കർത്തേ ഹി. അശരീരി സ്ഥിതിയുടെ അനുഭവം കുട്ടികള് ചെയ്യുന്നുണ്ട്. ലേഖിൻ ബാബ പോസിറ്റീവ് എല്ലാം പറഞ്ഞിട്ട് ബാബ അടുത്ത് പറയാ, ലേഖിൻ പക്ഷേ ജബ് കർമ്മയോഗി बनने का समय आता है तो दोनों काम योगी का भी और कर्म का भी दो काम इकट्ठा करने में फर्क पड़ जाता है. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കർമ്മയോഗിയാകുന്ന സമയത്ത് കർമ്മം നമുക്ക് ചെയ്യണം. നമ്മൾ സാകാരത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ കർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കർമ്മം ചെയ്യേണ്ട സമയത്ത്, കർമ്മയോഗിയാകാനുള്ള സമയത്ത് വരുമ്പോ രണ്ട് കർമ്മമാണ് ഒരുമിച്ച് നടക്കേണ്ടത് നമുക്ക്. സാധാരണ ലോകത്തിലെ മനുഷ്യർക്ക് ഒറ്റ കർമ്മേ ഉള്ളൂ, ചെയ്യുന്ന കർമ്മം അവിടെ ചെയ്തു തീർത്താൽ മാത്രം മതി. പക്ഷെ ബാബയുടെ കുട്ടികൾക്ക് അറ്റ് എ ടൈം രണ്ട് കർമ്മം നടക്കണം. ഒരു കർത്തവ്യമാണ് യോഗത്തിന്റെ കർമ്മം, യോഗം ചെയ്യുക. രണ്ടാമത്തെ കർമ്മം, നമുക്ക് എന്ത് ചെയ്തു തീർക്കണമോ ആ കർമ്മം. അപ്പൊ യോഗത്തിന്റെ കർമ്മമുണ്ട്, ഒപ്പം ചെയ്തു തീർക്കേണ്ട കർമ്മമുണ്ട്. അപ്പൊ ഈ രണ്ട് കർമ്മം ഒരുമിച്ച് നടക്കണം. പക്ഷെ ഈ രണ്ട് കർമ്മം ഒരുമിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതിലാണ് വ്യത്യാസം. पुरुषार्थ करते हैं कि कर्म और योग का बैलेंस हो, लेकिन जैसे अमृत वेले शक्तिशाली अवस्था का अनुभव करते हैं वैसे कर्म में फर्क पड़ जाता है, मेहनत करनी पड़ती है. और बाप दादा ने सभी बच्चों को कह दिया है कि विश्व का विनाश अचानक होना है. കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്,
എന്തിൻ്റെയാണ്? കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കാൻ. ബാലൻസിങ്ങിൽ പോകണല്ലോ കർമ്മവും യോഗവും. ഈ രണ്ടിൻ്റെയും ബാലൻസ് വേണം. അതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. എന്നാൽ അമൃതവേളയിൽ ശക്തിശാലി അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നത് പോലെ ബാബ പറയണത് കർമ്മത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. പരിശ്രമം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബാബ് ദാദാ എല്ലാ കുട്ടികളോടും പറയുന്നുണ്ട്, കുട്ടികളെ, വിശ്വത്തിന്റെ വിനാശം അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുക. നമ്മോട് ചോദിച്ചിട്ടല്ല വിനാശത്തിന്റെ സമയം, അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിക്കുക. അച്ചാനക്, പെട്ടെന്ന്. अगर सारा दिन अटेंशन के बजाय किसी भी धारणा की कमी होने के कारण कर्मयोगी की स्टेज में फर्क आता है तो विश्व के विनाश की डेट तो बाप दादा अनाउंस नहीं करेंगे. അപ്പോൾ ബാപ്ദാദ എന്താ പറയുന്നേ? അഥവാ നമ്മുടെ മുഴുവൻ ദിവസവും നമുക്ക് അറ്റൻഷൻ ഇല്ല എങ്കിൽ, നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥം ഇതിലൊന്നും അറ്റൻഷൻ ഇല്ല എങ്കിൽ ബാപ്ദാദ എന്താ പറഞ്ഞേ? മറ്റേതെങ്കിലും ധാരണയുടെ കുറവ് സംഭവിച്ചാൽ, കർമ്മയോഗിയുടെ സ്റ്റേജിൽ നമുക്ക് വ്യത്യാസം വന്നാൽ, ആ സ്ഥിതിയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടായാൽ, ബാബ എന്ത് പറഞ്ഞു? വിശ്വത്തിന്റെ വിനാശത്തിന്റെ ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. ബാബ ഇന്ന സമയത്ത് വിനാശം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ലേക്കിൻ അപ്ന ജീവൻ കാൽ സമാപ്ത് കബ് ഹോനാ ഹേ ഏ മാലൂം ഹേ. തൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു ആയുസ്, ജീവിതകാലം എപ്പോ സമാപ്തമാകും ഇതറിയൂ? कोई को मालूम है कि मेरा मृत्यु फलानी डेट पर होना है मालूम? ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ? അതായത് അവരവരുടെ മരണം ഏത് ഡേറ്റിലാണ് സംഭവിക്കുക, ഏത് തീയതിയിൽ അവരവരുടെ മരണം സംഭവിക്കും, ഇതറിയോ എന്ന് ബാപ്ദാദ ചോദിക്കുകയാണ്. അങ്ങനെ അറിയുന്നവര് ഹാത്തുഠാവും, അറിയുന്നവർ കൈ ഉയർത്താൻ വേണ്ടി ബാബ സമയത്ത് പറഞ്ഞു. അചാനക് കുച്ച് ഭി ഹോ സക്താ ഹൈ, അപ്രതീക്ഷിതമായിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കോയി പ്രകൃതി കാ കാരണം ബൻതാ ഹൈ തോ കിത്നെ കാ മൃത്യു സാത്ത് മേ ഹോ ജാതാ ഹൈ. ഇപ്പൊ പ്രകൃതിയിൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, പെട്ടെന്നാണല്ലോ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ എത്ര പേർക്കാണ് കൂട്ടമരണം ഉണ്ടാവുക? എന്തെങ്കിലും പ്രകൃതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമ്പോൾ എത്ര മരണം സംഭവിക്കും? तो विश्व के डेट के संकल्प से अलबेला नहीं बनना. അതുകൊണ്ട് വിശ്വത്തിന്റെ ഡേറ്റ്, അതായത് വിശ്വത്തിന്റെ സമാപ്തി, ഇതിന്റെ സമാപ്തി എപ്പോ ഉണ്ടാകും, ഇതിന്റെ വിനാശം എപ്പോ ഉണ്ടാകും, ഈ സങ്കല്പം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അലസരാവരുത്. आपकी जगदम्बा का स्लोगन था तो कभी भी कब नहीं कहो आप. ഇനി നമ്മുടെ എല്ലാവരുടെയും ജഗദംബ എന്നല്ല മമ്മയുടെ സ്ലോഗൻ ഉണ്ടായിരുന്നല്ലോ. മമ്മ എപ്പോഴും എന്താ പറഞ്ഞിരുന്നത്? ഒരിക്കലും നമ്മൾ പറയരുത് ഇങ്ങനെ, അത് എപ്പോ വേണമെങ്കിലും ചെയ്യാം എന്ന് പറയരുത്. കബ് എന്നുള്ള ശബ്ദം ഒരിക്കലും പറയരുത്. അബ് എന്ന് പറയണം. ഇപ്പോൾ, എപ്പോഴെങ്കിലും എന്നുള്ളതല്ല, ഇപ്പോൾ എന്ന് പറയണം. ബൽ കുച്ച് ഭി ഹോ ജായ്, എന്തോ സംഭവിച്ചോട്ടെ, ലേക്കിൻ മുझे എവർ റെഡി രഹ്ന ഹി ഹേ, എനിക്ക് തയ്യാറായിരിക്കണം, എനിക്ക് എവർ റെഡി, സദാ റെഡിയായിട്ട് തന്നെ ഇരിക്കണം. तो इतनी तैयारी सबके अटेंशन में है. അപ്പൊ ഇത്രയും തയ്യാറെടുപ്പുണ്ടോ, നമ്മുടെ അറ്റൻഷൻ ഇത്രയും ശ്രദ്ധയുണ്ടോ എന്ന് ബാബ ചോദിക്കുക. അപ്ന കർമ്മം കാ ഹിസാബ് കിതാബ് ചുക്തു കിയാ ഹേ, തന്റെ കർമ്മങ്ങളുടെ കണക്ക് തീർത്തുവോ, കർമ്മക്കണക്ക് പൂർത്തീകരിച്ചോ, സെറ്റിൽ ചെയ്തോ? चार ही सब्जेक्ट ज्ञान, योग, सेवा और धारणा, चार ही तरफ, चारों में ऐसी तैयारी है. നമ്മുടെ 4 വിഷയങ്ങളാണ് ജ്ഞാനം, യോഗം, ധാരണ, സേവനം. അപ്പൊ ബാബ പറയണത് ഈ 4 ഭാഗത്തും, ഈ 4 കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെ തയ്യാറാണോ, തയ്യാറായിട്ടുണ്ടോ, 4ലും പാസ്സായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പൂരാ ബേഹദ് കെ വൈരാഗ്യ കാ അനുഭവ് ചെക്ക് കിയാ ഹേ,
പൂർണ്ണമായും പരിധിയില്ലാത്ത വൈരാഗ്യത്തിന്റെ അനുഭവം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? വൈരാഗ്യത്തിന്റെ അനുഭവം, പരിധിയില്ലാത്ത വൈരാഗ്യം, ഇതിന്റെ അനുഭവം ചെക്ക് ചെയ്തിട്ടുണ്ടോ? അപ്നെ ദിൽ മേ യഹ് ചെക്ക് കിയാ ഹേ കി എവറെഡി ഹേ. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് ഞാൻ എവറെഡിയാണോ? നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. എവറെഡിയാണോ എന്ന് ചോദിക്കേണ്ടത് നമ്മൾ നമ്മളോട് ചോദിക്കണം. നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുക, ഞാൻ എവറെഡിയാണോ? नष्टो मोहा स्मृति स्वरूप, क्योंकि ब्रह्मा बाप ने भी स्वयं को पुरुषार्थ करके ऐसा बनाया जो अनुभवी बच्चों में देखा। कोई भी तरफ यह वातावरण नहीं था, कोई हिसाब किताब का। अचानक अशरीरी बनने का अभ्यास अशरीरी बनाकर उड़ गए. ബാബ പറയാണ്, നഷ്ടോ മോഹ സ്മൃതി സ്വരൂപരാകണം. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മ ബാബ സ്വയത്തെ ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് മാറ്റി. അതായത് അനുഭവി കുട്ടികൾ കണ്ടതാണ് അല്ല, ബാബയോടൊപ്പമുള്ള അനുഭവികളായിട്ടുള്ള കുട്ടികൾ അവർ കണ്ടല്ലോ, ബാബയുടെ വിശേഷങ്ങൾ ഒരുപാട് കണ്ടതല്ലേ. അതുകൊണ്ട് ബാബ പറയാണ്, പെട്ടെന്ന് അശരീരി ആകുന്നതിന്റെ അഭ്യാസം എന്താക്കി? അശരീരിയാക്കി മാറ്റിക്കൊണ്ടുപോയി. കോയിനെ സംജ കി ബ്രഹ്മ ബാബ് ജാനേ വാലേ ഹേ. ഈ ചിലര് മനസ്സിലാക്കിയുണ്ട്, ആ ബ്രഹ്മ ബാബയ്ക്ക് എല്ലാം അറിയുന്ന ആളല്ലേ, എല്ലാം അറിയുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ബാബയ്ക്ക് ഇത്രയും എളുപ്പത്തിൽ പോവാനൊക്കെ പറ്റിയത്. ലേക്കിൻ നഷ്ടോ മോഹ, बच्चों के हाथ में हाथ होते कहाँ आकर्षण रही, फरिश्ता बन गए. പക്ഷെ ബ്രഹ്മ ബാബ നഷ്ടോ മോഹ അല്ലെ, ആ സ്വരൂപത്തിൽ ബാബ ഇരുന്നു. ബാബ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നു. കുട്ടികളുടെ കയ്യിൽ കൈ ചേർത്ത് പിടിക്കുമ്പോൾ പോലും ബാബയ്ക്ക് എവിടെയും ആകർഷണം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത്രയും കുട്ടികളുടെ കൂടെ സ്നേഹത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. കുട്ടികളുടെ കയ്യിൽ കൈ വെച്ചുകൊണ്ട് തന്നെ ഇത്രയും കൂടെ ഇരുന്നിട്ട് പോലും ബാബയ്ക്ക് എവിടെയും ആകർഷണം ബ്രഹ്മാ ബാബയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബാബ പെട്ടെന്ന് ഫരിസ്തയായി മാറി. ബച്ചോം കോ ഫരിസ്ത ബനാനെ കാ തിലക് ദേ ഗയി. ബാബ എന്ത് ചെയ്തു? പോകുന്ന സമയത്ത് കുട്ടികളെ ഫരിസ്തയാക്കി മാറ്റാനുള്ള തിലകം തന്നിട്ടാണ് പോയത്. ഇസ്കാ കാരൺ, അതിന്റെ കാരണം എന്താ? ഒരുപാട് സമയത്തെ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ബാബയ്ക്കുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അല്ലല്ല, ബാബ എത്രയോ പുരുഷാർത്ഥം ചെയ്തിട്ടാണ് ബാബയ്ക്ക് പെട്ടെന്ന് പോവാൻ പറ്റിയത്. അശരീരി സ്ഥിതി ബാബയെ അശരീരിയാക്കി മാറ്റി കൊണ്ടുപോയി. പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടുപോയി. കാരണം അതിന്റെ അഭ്യാസം നമ്മൾ ഒരുപാട് കാലത്തെ പുരുഷാർത്ഥം നമുക്കിതിന് വേണം. ശരീര സ്ഥിതിയുടെ പ്രാക്ടീസ്. കൈ അനുഭവി ബच्चे जो साथ रहे हैं उन्होंने अनुभव किया कर्म करते करते ऐसे अशरीरी बन जाते. ഈ ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന അനുഭവികളായിട്ടുള്ള കുട്ടികള് അവരനുഭവം ചെയ്തു, കർമ്മം ചെയ്ത് ഇങ്ങനെ അശരീരിയായി മാറുന്നു. तो यह जो कर्म योग में अंदर पड़ जाता है, इसका कारण कर्म करते यह स्मृति में एमर्ज नहीं होता, मैं आत्मा हूं. ഇനി കർമ്മയോഗത്തില് അന്തരമുണ്ടാകാനുള്ള കാരണം, അതായത് കർമ്മം വേറെ യോഗം വേറെ ആകാനുള്ള കാരണം എന്താണ്? വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണമാണ് ഞാൻ ആത്മാവാണ് എന്നത് സ്മൃതിയിൽ എമർജ് ആകുന്നില്ല, അത് വരണില്ല. ബാബ പറയാ, എല്ലാവർക്കും അറിയാം എന്ത്? ഞാൻ ആത്മാവാണെന്നുള്ള കാര്യം. പക്ഷേ മേ ആത്മാ കോൺസി ആത്മാഹും, ഞാൻ വെറും ഒരു ആത്മാവാണെന്ന് ചിന്തിച്ചാ പോരാ. എങ്ങനെയുള്ള ആത്മാവ്? ഏതാത്മാവ്? ബാബ ചോദിക്കുക, ഏതാത്മാവാണ്? മേ കരാവൻഹാർ ആത്മാഹും ഓർ യഹ് കർമ്മേന്ദ്രിയാം കരൻഹാർ ഹേ. അപ്പൊ എപ്പോഴും നമുക്ക് ഓർമ്മ വേണ്ടത്, ഞാൻ ചെയ്യിപ്പിക്കുന്ന ആത്മാവ്, രാജാവിനെ പോലെ ചെയ്യിപ്പിക്കുകയാണ്. കർമ്മേന്ദ്രിയങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യിപ്പിക്കുന്ന ആത്മാവാണ്.
ए करावनहार का समान कर्म करते स्मृति स्वरूप में रहे, चाहे कर्मेंद्रियों से कर्म कराना है, लेकिन मैं करावनहार हूं, मालिक हूं, इस सीट पर अगर सेट है तो कोई भी कर्मेंद्रिय ഓർഡർ में रहेंगी. ബാബ പറയാണ്, അതായത് എപ്പോഴും നമുക്ക് ചിന്ത വേണ്ടത്, സങ്കല്പം വേണ്ടത്, ഞാൻ ചെയ്യിപ്പിക്കുന്ന ആത്മാവാണ്, ഈ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യിപ്പിക്കുക എന്നതിൻ്റെ സ്വമാനം ഉണ്ടല്ലോ, നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയിരിക്കും? സ്മൃതി സ്വരൂപത്തിലിരിക്കും. ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതി ഉണ്ടാകും. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ കർമ്മം ചെയ്യിപ്പിക്കുകയാണ് എന്ന് വരും. എന്നാൽ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആളാണ്, ഞാൻ അധികാരിയാണ്. ഈ സീറ്റിൽ നമ്മൾ സെറ്റ് ആണെങ്കിൽ ഏത് കർമ്മേന്ദ്രവും ഓർഡറിലേക്ക് വരും. ഇത് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങൾ വരും. പക്ഷെ നമ്മൾ നമ്മുടെ സീറ്റിൽ സെറ്റായിരിക്കണം. സീറ്റാണ് ഞാൻ ആത്മാവ്, ചെയ്യിപ്പിക്കുന്ന ആളാണ്, ചെയ്യില്ല, ചെയ്യിപ്പിക്കുന്ന ആളാണ് ഞാൻ ആത്മാവ്. ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. ബിനാ സീറ്റ് പർ സെറ്റ് ഹോത്തെ കോയി കിസ്കാ നഹി മാൻത. ഇനിയോ നമ്മൾ സീറ്റിൽ ഇരിക്കണില്ലെങ്കിൽ, സീറ്റിൽ നമ്മൾ സെറ്റായിട്ടിരിക്കണില്ല എങ്കിൽ നമ്മൾ പറയുന്നത് ആരും അനുസരിക്കില്ല. അത് കളക്ടർ ആണെങ്കിലും അങ്ങനെയല്ലേ, സ്വന്തം സീറ്റിൽ ശരിക്കും ആ സീറ്റിനെ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആരും ഒന്നും അനുസരിക്കില്ല. तो करावनहार आत्मा हूं, ये कर्मेंद्रियाम करनहार है, करावनहार नहीं है. അതിനാൽ ചെയ്യിപ്പിക്കുന്നത് ആത്മാവാണ്, കർമ്മേന്ദ്രിയങ്ങളല്ല ചെയ്യിപ്പിക്കുന്നത്, കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നവരാണ്. जैसे ब्रह्मा बाप का अनुभव सुना कि ब्रह्मा बाप ने शुरू में यह अभ्यास किया, जो रोज समाप्ति के समय इन कर्मेंद्रियों की राज दरबार लगाते थे. അപ്പൊ നമ്മൾ ബ്രഹ്മബാബയുടെ ജീവിത കഥയെല്ലാം വായിക്കുമ്പോൾ അനുഭവങ്ങൾ നമ്മൾ കേൾപ്പിക്കാറുണ്ട്. തന്റെ ക്ലാസ്സിലൊക്കെ ബ്രഹ്മബാബ തുടക്കത്തിലൊക്കെ ഒരു അഭ്യാസം ചെയ്തിരുന്നു. ബ്രഹ്മബാബ തുടക്കത്തിൽ ചെയ്തിരുന്ന അഭ്യാസം, ദിവസവും ബാബ എന്ത് ചെയ്യുവാൻ സമാപ്തിയുടെ സമയത്ത് കർമ്മേന്ദ്രിയങ്ങളുടെ രാജസഭ കൂടുമായിരുന്നു. എന്നും രാത്രിയില്, ഒരു ദിവസത്തിന്റെ ഏറ്റവും സമാപ്തി സമയം വെച്ചാല് രാത്രി സമയം. അപ്പൊ രാത്രി സമയം ബാബ എപ്പോഴും കർമ്മേന്ദ്രിയങ്ങളുടെ രാജസഭ കൂടും. ഓരോ ഇന്ദ്രിയങ്ങളോടും ചോദിക്കും, ഇന്ന് എന്തൊക്കെ തെറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളോടും ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ചോദിക്കാനുള്ള സഭ ബാബ കൂടുമായിരുന്നു. पुराने बच्चों में है वह डायरी देखी होगी, तो रोज दरबार लगाते थे और करावनहार मालिक बन हर कर्मेंद्रियों का समाचार लेते थे, देते थे. അപ്പൊ പഴയ കുട്ടികൾ, കാരണം ബാബയുടെ കൂടെ സാകാരത്തിൽ ജീവിച്ചിട്ടുള്ള കുട്ടികള് ബാബ എഴുതിയ ആ ഡയറി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പറയാണ് ബാബ. കാരണം ബാബയുടെ ഡയറികളെല്ലാം അവരുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ ബാബയുടെ ഡയറി. അപ്പൊ ആ ഡയറിയിൽ എന്തുണ്ടായിരുന്നു? ബ്രഹ്മബാബ എന്ത് ചെയ്തിരുന്നു? ദിവസവും ബാബ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ കൂടിയിരുന്നു, രാജ്യസഭ കൂടിയിരുന്നു. എന്നിട്ട് ബാബ ചെയ്യിപ്പിക്കുന്ന ആള്, അധികാരിയായിരുന്നു കൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളുടെയും വാർത്തകള്, ഇന്നെന്ത് ചെയ്തു, അങ്ങനെ ചെവി, കണ്ണ്, വായ, അങ്ങനെ കൈകാലുകൾ, ഇതൊക്കെ ചോദിക്കും, എന്തെന്തൊക്കെ ചെയ്തു. അങ്ങനെ ഓരോത്തിന്റെയും വാർത്തകൾ എടുക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ഇത്രയും ശ്രദ്ധ ബ്രഹ്മബാബയില് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ബ്രഹ്മബാബയില്. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾക്കും എങ്ങനെയാകണം? ചെയ്യിപ്പിക്കുന്ന അധികാരിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യണം. ക്യോംകി ആത്മാ രാജാ ഹേ, ഏ കർമ്മേന്ദ്രിയാം സാത്തി ഹേ. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് രാജാവാണ്, ഈ കർമ്മേന്ദ്രിയങ്ങൾ കൂട്ടുകാരാണ്. तो यह चेक करना चाहिए कि आज के दिन विशेष मन, बुद्धि, संस्कार, स्वभाव कहो, संस्कार कहो, इनका क्या हाल रहा. അതിനാൽ ഇത് നമുക്ക് പരിശോധിക്കണം, ദിവസം ഇത് ചെക്ക് ചെയ്യണം. ഇന്നത്തെ ദിവസം വിശേഷിച്ചും
മനസ്സ്, ബുദ്ധി, സംസ്കാരം, സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് എന്തായിരുന്നു? മനസ്സിന്റെ അവസ്ഥ എന്താ? ബുദ്ധിയുടെ അവസ്ഥ എന്താ? സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം, ഇവയുടെയൊക്കെ അവസ്ഥ ഇന്ന് എന്തായിരുന്നു? ഇത് നമ്മൾ ദിവസവും പരിശോധിക്കണം. और फौरन चेक करने से कर्मेंद्रियों को अटेंशन रहता है कि हमारा राजा हमारा हाल चाल लेगा, तो आत्मा राजा करणहार कर्मेंद्रियों से करावनहार बन चेक करूं. അപ്പൊ നമ്മൾ ദിവസവും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളോട് നമ്മൾ ദിവസവും ഇത് ചോദിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾക്ക് അറ്റൻഷൻ വരും, ശ്രദ്ധ വരും. നമ്മുടെ രാജാവ് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. രാജാവിന് എന്ത് വേണം? പ്രജയ്ക്ക് ശ്രദ്ധ വരണമെങ്കിൽ ഒരു രാജാവ് അന്വേഷിക്കണം, തന്റെ പ്രജകളുടെ അവസ്ഥ എന്താന്ന് അന്വേഷിക്കണം. നീ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അന്വേഷിച്ചാലല്ലേ അവർക്ക് ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അതേപോലെ ആത്മാവാകുന്ന ഞാൻ അധികാരി ഓരോ കർമ്മേന്ദ്രിയങ്ങളോട് ദിവസവും ചോദിക്കണം. നമ്മുടെ പ്രജകളാണ് ഈ കർമ്മേന്ദ്രിയങ്ങള്. അന്ന് എന്തൊക്കെയാ നിന്റെ അവസ്ഥ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അങ്ങനെ ചോദിക്കുമ്പോൾ തോന്നും എന്റെ രാജാവ് എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ആത്മാവ് രാജാവാണ്. രാജാവ് ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളായിട്ട് മാറി എല്ലാം പരിശോധിക്കൂ. നഹിതോ അല്ല എങ്കിൽ देखा गया है कई बच्चे कहते हैं कि हम कर्मेंद्रियों को ऑर्डर करते हैं फिर लेकिन फिर हो जाता है. പല കുട്ടികളും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ബാബ എന്താ കണ്ടിട്ടുള്ളത്? പല കുട്ടികളും പറയും, ബാബ ഞാൻ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഓർഡർ കൊടുത്തു, പക്ഷെ കർമ്മേന്ദ്രിയങ്ങളൊന്നും ചെയ്യുന്നില്ല, നേരെ തിരിഞ്ഞു പോവുകയാണ്. पुरुषार्थ करते हैं लेकिन कोई कोई संस्कार या स्वभाव ऑर्डर में नहीं रहते. പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, എന്നാൽ ചില സംസ്കാരം അഥവാ സ്വഭാവം ഓർഡർ പ്രകാരം അല്ല, നിയന്ത്രണത്തിലല്ല എന്ന് പറയാണ് ബാബ. നന്നായിട്ട് പുരുഷാർത്ഥമൊക്കെ ചെയ്യുന്നു, പക്ഷെ സ്വഭാവ സംസ്കാരം ഓർഡറിലല്ല. उसका कारण इसे अपने सुमान की सीट पर सेट नहीं रहते. അതിന്റെ കാരണം എന്താണ്? അതായത് തന്റെ സുമാനത്തിന്റെ സീറ്റിൽ സെറ്റ് ആയിരിക്കുന്നില്ല. സുമാനത്തിന്റെ സീറ്റിൽ സെറ്റ് അല്ല. बिना सीट पर बैठने के ऑर्डर कितना भी करो तो ഓർഡർ മാനേ വാലെ മാനത്തെ നഹി. അതുകൊണ്ട് സീറ്റിൽ ഇരിക്കാതെ ഓർഡർ ചെയ്താൽ എത്ര തന്നെ നമ്മൾ ചെയ്താലും ഓർഡർ അനുസരിക്കേണ്ടവർ ഒരിക്കലും ഓർഡർ അനുസരിക്കില്ല. അതാണ് ബാബ പറഞ്ഞത്. സീറ്റിലിരുന്നാലല്ലേ, നമ്മുടെ സീറ്റിൽ നമ്മൾ സെറ്റ് ആയിരുന്നാലല്ലേ നമ്മുടെ ഓർഡർ അനുസരിക്കേണ്ട കർമ്മേന്ദ്രിയങ്ങൾ ഓർഡർ അനുസരിക്കുള്ളൂ. തോ കർമ്മ കർത്തെ അപ്പനെ കരാവൻ ഹാർ മാലിക് പൻകി സീറ്റ് പർ സെറ്റ് രഹോ. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും തന്റെ ചെയ്യിപ്പിക്കുന്ന അധികാരിയുടെ സീറ്റിൽ സെറ്റായിരിക്കും. कई बच्चे ये भी बाप दादा से रूह रिहान करते कि बाबा आपने हमें सर्वशक्तिवान बनाया. शक्तिवान भी नहीं, सर्वशक्तिवान का वरदान हर एक बच्चे को ब्राह्मण जन्म लेते हुए दिया है. याद है अपने जन्म का वरदान. ഇനി പല കുട്ടികളും ബാപ്ദാദയോട് ആത്മീയ സംഭാഷണം ചെയ്യാറുണ്ട്. ബാബ അങ്ങ് ഞങ്ങളെ സർവശക്തിവാനാക്കി മാറ്റിയല്ലോ. സർവശക്തിമാൻ പോലുമല്ല, അല്ലെ, വെറും ശക്തിമാനല്ല, സർവശക്തിമാൻ. ഇതിന്റെ വരദാനം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർവശക്തിമാന്റെ ഓരോ കുട്ടിക്കും ബ്രാഹ്മണ ജന്മം എടുക്കുമ്പോ തന്നെ സർവശക്തിമാൻ എന്ന വരദാനം തന്നിട്ടുണ്ട്. തന്റെ ജന്മത്തിന്റെ വരദാനം ഓർമ്മയുണ്ടല്ലോ. हर एक बच्चे को बाप ने मास्टर सर्वशक्तिवान भव का वरदान दिया है. ഓരോ കുട്ടിക്കും ബാബ മാസ്റ്റർ സർവശക്തിവാൻ ഭവയുടെ വരദാനം നൽകി. കിസ്നെ വരദാൻ ദിയ? ആരാ നമുക്ക് തന്നത് വരദാനം? ഏതെങ്കിലും സാധാരണ മനുഷ്യരാണോ? അല്ല, ഓൾ മൈറ്റി അതോറിറ്റി ശിവബാബ നമുക്ക് തന്നതാണ്. ലേക്കിൻ കംപ്ലൈൻ കർത്തേ कि जिस समय जो शक्ति चाहिए वह आती नहीं है. ഇത്രയും വലിയ സർവശക്തിമാൻ നമുക്ക് വരദാനം തന്നു കഴിഞ്ഞു, എന്നിട്ടും കുട്ടികൾക്ക് കംപ്ലൈന്റ് ആണ്, പരാതി. ബാബ
വേണ്ട സമയത്ത് ശക്തി വരുന്നില്ല. ഏത് സമയത്ത് ഏത് ശക്തിയാണോ വേണ്ടത് ആ ശക്തി വരുന്നില്ല എന്ന് ബാബയോട് കംപ്ലൈന്റ് പറയാണ്, പരാതി. ആ കർമ്മേന്ദ്രങ്ങളൊന്നും ഓർഡർ അനുസരിക്കുന്നില്ല എന്ന് പറയാണ്. വഹിക്കും, അതെന്തുകൊണ്ടാണ്? ജബ് ഓൾ മൈറ്റി അതോറിറ്റി കാ വരദാൻ ഹേ ഉസ്സേ ബടാ കോയി നഹി. ഇത്രയും അല്ലെ ഓൾമൈറ്റി അതോറിറ്റിയുടെ വരദാനാണ്, സർവശക്തിവാന്റെ വരദാനമാണ്. അതിനേക്കാളും വലുതൊന്നുമില്ലല്ലോ. तो वरदान की स्थिति में स्थित रह करके अगर ऑर्डर करो तो हो नहीं सकता कि आप ऑर्डर करो और शक्ति नहीं माने. അതിനാൽ എന്ത് വരദാനം തന്നോ അതിന്റെ സ്ഥിതിയിൽ സ്ഥിതമായിരുന്നു കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യും. സർവശക്തിമാന്റെ വരദാനം കിട്ടി, ഇനി നമ്മൾ ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഓർഡർ കൊടുക്കും. അങ്ങനെ ഓർഡർ കൊടുത്താൽ നിങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ശക്തി വരാതിരിക്കുക ഇതൊരിക്കലും സംഭവ്യം അല്ല. एक तो आत्मा मालिक है, सर्वशक्तिमान का वरदान मिला हुआ है, उस वर स्वरूप में स्थित होके मालिक हो वरदान है. दोनों स्वरूप की स्थिति के स्मृति के स्थिति में रहकर के ऑर्डर करो. അപ്പൊ പറയണത് ഒന്ന് ആത്മാവ് അധികാരിയാണ്, അവല്ലാത്തിന്റെ അധികാരം തന്നിട്ടുണ്ട്. ഇനി സർവശക്തിമാന്റെ വരദാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വരൂപത്തിൽ ഇരിക്കുന്ന അധികാരിയാണ് നമ്മള്. വരദാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്വരൂപത്തിന്റെ സ്മൃതിയുടെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഓർഡർ കൊടുക്കും. സ്ഥിതി ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിതിയിൽ ഇരുന്നു കൊണ്ടാണ് ഓർഡർ ചെയ്യേണ്ടത്. ശക്തി ആപ്കാ നഹി മാനെ അസംഭവം. അതുകൊണ്ട് ശക്തി, ഏത് ശക്തി വേണോ ആ ശക്തി നിങ്ങൾക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ശക്തി നിങ്ങൾ അനുസരിക്കണില്ല എങ്കിൽ അനുസരിക്കുന്നില്ല എന്നത് അസംഭവ്യാണ്. അപ്പോ എന്തുകൊണ്ടെന്നാൽ വരദാനം ബാബ തന്നിട്ടുണ്ട്. ബാബയുടെ പ്രോപ്പർട്ടിയുടെ അധികാരം സംഗമയുഗത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിവാന്റെ ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സ്ഥിതിയിൽ നിങ്ങൾ സ്ഥിതമായിരിക്കുന്നില്ല. സദാ നഹിരത്തെ, സദാ നിങ്ങൾ മാസ്റ്റർ സർവശക്തിമാന്റെ സ്ഥിതിയിൽ ഇരിക്കണില്ല. കബി കബി ആചാത്താഹി, എന്താ വരുന്ന ഇടയ്ക്കിടയ്ക്കാ വരുന്നത്, സദാ എന്ന് വരണില്ല. ഏ കബി ശബ്ദ് അപ്പനെ ബ്രാഹ്മൺ ഡിക്ഷണറി സെ നിക്കാൽ ദോ. ഈ ഇടയ്ക്ക് എന്നുള്ള ശബ്ദം, എപ്പോഴെങ്കിലും ഇടയ്ക്ക് എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, ഇത് ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ നിന്നും എടുത്തു കളയൂ. അബി അബി ഹാജർ, ഇപ്പോ ഇപ്പോ, എപ്പോഴെന്നില്ല, ഇപ്പോൾ. आप करते हो ना कि बाबा आपको हम याद करते हैं तो आप हाजिर हो जाते हैं. ഹേ അനുഭവ്, നിങ്ങൾ പറയാറില്ലേ ബാബ ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുമ്പോൾ അങ്ങ് ഹാജരാവാറുണ്ട്. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടല്ലോ. ഉള്ളവര് കൈ ഉയർത്തു, അനുഭവം ഉണ്ടല്ലോ. അബി ദേക്കോ, ഇപ്പൊ നോക്കൂ, എല്ലാരും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബാബ ഹാജരാവണു. അപ്പൊ ബാബ ചോദിക്കുക, ബാബ ഹാജരാവുമ്പോൾ ഇതെന്താ ശക്തിയല്ലേ? ഈ ശക്തി നിങ്ങൾക്ക് ബാബയുടെ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയതാ, ബാബയുടെ സമ്പത്തായി നിങ്ങൾക്ക് കിട്ടിയതാണ്. തോ മാലിക് ബൻകെ ഓർഡർ കരോ. അപ്പൊ നിങ്ങൾ അധികാരിയായിക്കൊണ്ട് ഓർഡർ ചെയ്യൂ. മാലിക് ബൻകെ ഓർഡർ നഹി കർത്തേ ഹോ, അധികാരിയായിട്ട് ഓർഡർ ചെയ്യുന്നില്ല എങ്കിൽ ശക്തി എന്താവും? ചോർന്നു പോവും, അവിടെ ശക്തിയില്ല. അതുകൊണ്ട് ബാബ പറയാണ്, സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യണം. പക്ഷേ അധികാരി അല്ല എങ്കിൽ, നിങ്ങൾ അധികാരി സ്ഥിതിയിലല്ല എങ്കിൽ ഓർഡർ ആരനുസരിക്കാനാണ്? तो बाप दादा अभी क्या चाहते हैं? बाप दादा ഇപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? പത്താ ഹേ നാ, നിങ്ങൾക്കറിയാമല്ലോ. बाप अभी यही चाहते हैं कि मेरा एक एक बच्चा कर्म करते हुए भी राजा बच्चा बन स्वराज अधिकारी बन स्वराज की सीट को नहीं छोड़े. അപ്പൊ ബാബ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, എൻ്റെ ഓരോരോ കുട്ടി കർമ്മം ചെയ്തുകൊണ്ടും രാജാകുട്ടിയായി മാറിക്കൊണ്ട് സ്വരാജ്യ അധികാരിയായി സ്വരാജ്യത്തിന്റെ സീറ്റ് ഒരിക്കലും ഉപേക്ഷിക്കരുത്.
तो राजा सारा दिन राजा ही होता है ना. രാജാവ് മുഴുവൻ ദിവസവും രാജാവ് തന്നെയാണല്ലോ. ഇടയ്ക്ക് രാജാവ് ഇടയ്ക്കല്ല, അങ്ങനെയല്ലല്ലോ. രാജാവ് എന്ന് വെച്ചാൽ തന്നെ എപ്പോഴും രാജാവാണ്. तख्त पर बैठना या नहीं बैठना वह अलग बात है, लेकिन घर में भी रहते मैं राजा हूं ये तो नहीं भूलता. ഇനി ബാബ പറയാ, സിംഹാസനത്തിൽ ഇരിക്കാതിരിക്കുക ആ കാര്യം വേറെ. രാജാവ് സിംഹാസനത്തിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലൊക്കെ രാജാവ് തന്നെയല്ലേ, അത് മറക്കരുത് പറയാണ്. तो कर्मयोगी और अमृत वेले के यथार्थ योग ശക്തിശാലി സ്ഥിതി ഉസ്മേ ഫറക് നഹി പഠനാ ചാഹിയെ. അപ്പൊ കർമ്മയോഗിയായിരിക്കുമ്പോഴും അമൃതവേളയുടെ ശക്തിശാലി യോഗത്തിന്റെ സ്ഥിതിയാണെങ്കിലും രണ്ടിലും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഡബിൾ കാം ഹേ, നിങ്ങൾക്ക് ഡബിൾ ജോലിയാ. ഒന്ന് യോഗവും ഒന്ന് കർമ്മവും, രണ്ടും ഒരുമിച്ച് നടക്കണം. ലേക്കിൻ ആപ് കോൻ ഹോ, എന്നാ നിങ്ങൾ ആരാണ്? ആപ് തോ വിശ്വ കെ പരിവർത്തക് ഹോ വിശ്വ കല്യാണകാരി ഹോ. നിങ്ങള് വിശ്വത്തിന്റെ പരിവർത്തകരാണ്, വിശ്വ മംഗളകാരിയാണ്. ഇസ്ലിയേ ബാപ് യഹി ചലത്തെ कि चलते चलते രാജാപ്പൻ നഹി ഭൂലോ സീറ്റ് കോ നഹി ചോടോ. അതുകൊണ്ട് ബാബ എന്താ ആഗ്രഹിക്കുന്നത്? നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം ഞാൻ രാജാവാണെന്ന സ്മൃതി മറക്കരുത്. സീറ്റ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ബിനാ സീറ്റിക്ക് കോയി ഓർഡർ നഹി മാൻത. സീറ്റില്ലാതെ ആരും ഒരു ഓർഡറും പാലിക്കില്ല, അനുസരിക്കില്ല. ആജ്കൽ ദേഖോ സീറ്റ് കെ പീछे കിतना कुछ करते हैं. ഇന്നത്തെ ലോകത്തിൽ നോക്കൂ, സീറ്റിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കസേര കിട്ടാൻ, ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, അതെല്ലായിടത്തും ഉണ്ടല്ലോ. അത് എല്ലാ മേഖലയിലും ഒരു സീറ്റിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പന ഹക്ക് ലേനെ കെ ലിയേ കിतना പ്രയത്ന करते हैं. തന്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയത്നം ചെയ്യുന്നുണ്ട്. അപ്പന ഹക്ക് കോയി ചോड़ने नहीं चाहता. ആരും തന്റെ അവകാശം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. तो आप अपना परमात्म हक में कौन. അതിനാൽ നമ്മൾ നമ്മുടെ പരമാത്മ അവകാശം, ഞാൻ ആരാണെന്നുള്ള അവകാശം, അല്ല ഞാൻ ആരാണ്, എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ മറക്കരുത്. ഹർ സമയ ജോ കാം കർത്തേ ഹോ തോ കാം കർത്തേ ഭി അപ്നെ മൻ കാ ടൈം ടേബിൾ ബനാക്കർ രഖോ. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും കർമ്മം ചെയ്യുമ്പോഴും തൻ്റെ മനസ്സിന് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കും. സ്ഥൂല കർമ്മങ്ങൾ നമ്മുടെ ബാഹ്യ ശരീരം ചെയ്യും, പക്ഷെ മനസ്സിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ മനസ്സിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കൂ. യഹ് കാം കർത്തേ ഹുയേ മൻ കാ സ്വമാൻ ക്യാ രഹേഗാ. ആജ് കെ ദിൻ കോൺസാ ലക്ഷ്യ രഖൂങ്ക. ഈ ബാബ ആ ടൈം ടേബിളിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാണ്. അപ്പൊ ഇന്ന കർമ്മം ചെയ്യുമ്പോൾ മനസ്സിന് എന്ത് സ്വമാനം കൊടുക്കണം, ഇന്നത്തെ ദിവസത്തിന്റെ ലക്ഷ്യം ഞാൻ എന്താ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കൂ. हर काम के टाइम जो भी अपने सुमान की लिस्ट है भले भिन्न भिन्न टाइम टेबल बनाओ. जैसे स्थूल कर्म का टाइम टेबल फिक्स करते हो वैसे मन का टाइम टेबल फिक्स करो. പറയണത് അതായത് വ്യത്യസ്ത ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇന്ന് ചെയ്തതെല്ലാം നാളെ അങ്ങനെ ടൈം ടേബിൾ വ്യത്യസ്തമായിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്ഥൂല കർമ്മം ചെയ്യാൻ നമ്മൾ ടൈം ടേബിൾ ഒക്കെ ഫിക്സ് ചെയ്ത് വെക്കാറില്ലേ, ഇന്ന ടൈമിൽ ഇന്നത്, ഇന്ന ടൈമിൽ ഇന്നത്. അപ്പൊ ടൈം ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അതേപോലെ മനസ്സിന്റെ ടൈം ടേബിളും ഫിക്സ് ചെയ്ത് വെക്കൂ. അറിയാമല്ലോ ഈ സമയം, അതായത് നിങ്ങൾക്ക് അറിയണം ഇന്ന സമയത്ത് ഇന്ന കർമ്മം ചെയ്യണം. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ഏത് സ്വമാനമാണ് എടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. मालिक पन का अधिकार किस स्वमान के रूप में रखना है ये मन का टाइम टेबल बनाओ. അപ്പൊ അധികാരിയുടെ, അത് അധികാരിയാണെന്നതിന്റെ അധികാരം ഏത് സ്വമാനത്തിന്റെ രൂപത്തിലാണ് വെക്കേണ്ടത്, അങ്ങനെ ഈ മനസ്സിന്റെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കൂ. ടൈം ടേബിൾ ബനാനെ ആത്താ ഹേ ന. ടൈം ടേബിൾ ഉണ്ടാക്കാൻ അറിയില്ലേ? മാതാവും കോ ആത്താ ഹേ. മാതാക്കൾക്കറിയൂ. മാതായെ അപ്പന ആപ്പേ ഹി പ്രോഗ്രാം ബനോ.
ബനാവോ. ഇനി മാതാക്കള് സ്വയം തന്നെ ആ പ്രോഗ്രാം ഉണ്ടാക്കൂ, മനസ്സിന് കൊടുക്കേണ്ട ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കാൻ പറയാണ്. അച്ഛാ ഖാന ബനാനാ ഹേ ഉസ് സമയ കോൺസാ സ്വമാൻ അപ്നി ബുദ്ധി മേ മറിച്ച് രഖ്നാ ഹേ. ഇനി മാതാക്കള് നമ്മള് കിച്ചണില് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ എന്ത് സ്വമാനമാണ് ബുദ്ധിയിൽ വെക്കേണ്ടത്, ഏത് സ്വമാനം എടുക്കണം, ഇതൊക്കെ മാതാക്കള് തന്നെ സ്വയം തീരുമാനിച്ചിട്ട് പ്രോഗ്രാം ഉണ്ടാക്കൂ. ബഹുത്ത് മാല ഹെ സുമാൻ കി, സൊമാനത്തിന് വളരെ വലിയ മാല തന്നെ ഉണ്ടല്ലോ. ഇത്നി ബഡി മാല ഹെ ജോ സൊമാൻ ഗിൻതി കർത്തെ ജാവോ ഓർ മാലാമേ സമാ ജാവോ. ഇത്രയും വലിയ മാലയാണ്, അതായത് സൊമാനം നിങ്ങൾ എണ്ണിക്കൊണ്ടേ പോകൂ. അല്ല, ഇത്രയും സൊമാനത്തിന്റെ ഉണ്ടല്ലോ, എന്നിട്ട് മാലയിൽ നിങ്ങൾ ചേരും. അവിടെ ഇത്രയും സൊമാനം ബാബ തന്നിട്ടുണ്ട്. ഇത്രയും സൊമാനം ഉണ്ടാക്കിയാൽ തന്നെ വലിയൊരു മാലയിട്ട് മാറും. तो अभी बहुत काल का अभी कोई बच्चे कहते हैं अभी तक तो विनाश का कुछ दिखाई नहीं देता है. അതിനാൽ ഇപ്പോൾ വളരെ കാലത്തെ, അതായത് बहुत काल का भी कोई बच्चे कहते हैं अभी तो विनाश का कुछ दिखाई नहीं देता है. ഒരുപാട് കാലം എന്ന് പറയുമല്ലോ കുട്ടികള്, ഇനി സമയമുണ്ടെന്ന് പറയുമല്ലോ. പക്ഷെ ഇപ്പോ വരേക്കും വിനാശം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കുട്ടികൾ പറയും. കുറെ കാലം ഉണ്ടെന്ന് പറയുകയാണ്. അബി തോ ഡേറ്റ് ഫിക്സ് നഹി ഹെ, ഇപ്പോൾ ഡേറ്റ് ഫിക്സ് അല്ല, അതുകൊണ്ട് ഇപ്പൊ ചെയ്യാം, ഒക്കെ നടക്കും, നമുക്ക് പിന്നെ ചെയ്യാം. ബാബ പറയാ ഇത് അലസതയാണ്. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ സമയമുണ്ട് അല്ലേ. അപ്പൊ ഇതുവരേക്കൊന്നും അല്ലെ കുട്ടികളങ്ങനെ കുട്ടികൾ വിചാരിക്കുകയാണ് അങ്ങനെ, ഇനി സമയമുണ്ടല്ലോ വിനാശം വരാൻ, വിനാശത്തിന്റെ ഒരു കാര്യം ഇപ്പൊ നടക്കണില്ലല്ലോ, അതുകൊണ്ട് ഇതുവരേക്കും വിനാശത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഇനി പിന്നെ ചെയ്യാം, ഒക്കെ നടന്നോളും, ഇങ്ങനെ വിചാരിക്കുന്നത് അലസതയാണ്. സന്ദേശം നൽകുന്നതിലും വിശ്വമംഗളകാരി. അതിനാൽ ചില കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇപ്പോൾ സമയമുണ്ട്, ആകെ ചൽക്കെ സന്ദേശ് ദേ ദേങ്കെ, ഇനി മുന്നോട്ട് പോകുമ്പോഴൊക്കെ കൊടുക്കാം, ഇനി ഉണ്ടല്ലോ സമയം, ഇനി സന്ദേശം കൊടുക്കാം. പക്ഷെ ബാബ പറയാ അല്ല. ബാബ പറയാണ് ഇനി ആർക്കൊക്കെയാണോ സന്ദേശം കിട്ടാനുള്ളത് അവർ നിങ്ങളോട് പരാതി പറയൂ. അതായത് നമ്മൾ സന്ദേശം കൊടുത്തിട്ടില്ലെങ്കിൽ പറയൂ. അപ്പൊ എന്ത് പരാതി നൽകും? आपने पहले क्यों नहीं बताया तो हम भी कुछ कर लेते थे अभी आपने लास्ट में बताया. അപ്പൊ നമ്മൾ ഇനി വരുന്നവരോട് നമ്മൾ ആദ്യമേ പറയാതെ നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ആ സേവനം ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മളോട് എന്താ പറയുക? അവരെന്ത് പരാതി നിങ്ങോട്ട് പറയും? അത് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നേനെ, ഇപ്പൊ നിങ്ങൾ അവസാനല്ലേ ഇതൊക്കെ പറഞ്ഞത് അല്ലെ, ഭഗവാൻ വന്ന കാര്യമൊക്കെ നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത് എന്ന പരാതി അവരിങ്ങോട്ട് പറയും. तो हम तो सिर्फ पहचान कर अहो प्रभु तेरी लीला अपार है यही कह सकेंगे. ഇപ്പൊ ഞങ്ങൾക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതായത് ഞങ്ങളിപ്പോ തിരിച്ചറിഞ്ഞിട്ട് അല്ലെ, അപ്പൊ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലയോ പ്രഭു അങ്ങയുടെ ലീല അപാരമാണെന്ന് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, ഞങ്ങൾക്ക് പദവിയൊന്നും നേടാൻ പറ്റില്ലല്ലോ എന്ന് അവര് പറയും, പരാതി പറയും. നമ്മുടെ അവസാനത്തേക്ക് നമ്മുടെ സേവനം മാറ്റിവെച്ചാൽ അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ള സമയത്ത് അപ്പൊ ആ പരാതി അവർ നമ്മളോട് പറയും. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇതിന് കുറച്ച് സമയത്തിന്റെ സഹയോഗം വേണം. പെട്ടെന്ന് നമുക്ക് അല്ല നർസേ നാരായണനാകാൻ പറ്റില്ല, ഒരു കാലയളവ് അതിനുണ്ട്, ഒരു ടൈം വേണം. ബഹുത്ത് കാൽ കാ ബഹുത്ത് സമയ കാ സഹയോഗ്, വളരെ കാലത്തെ ഒരു സഹയോഗം, സമയത്തിന്റെ സഹയോഗം നമുക്ക് വേണം. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മളോട് പരാതി പറയും. ആപ് സബി വാരിസ് ബൈഠേ ഹോ നാ, നിങ്ങളെല്ലാവരും അവകാശി കുട്ടികളല്ലേ ഇവിടെ ഇരിക്കുന്നത്. ജോ അപ്നെ കോ സമജ്തേ ഹേ ഹം വാരിസേ വഹ് ഹാത്ത് ഉഠാവോ, ആരാണോ ഞാൻ അവകാശിയാണെന്ന് മനസ്സിലാക്കുന്നത് അവര് കയ്യുയർത്തു. അവകാശിയാണോ എന്ന് ബാബ ചോദിക്കുക. ശരി, അവകാശിയാണെങ്കിൽ ആപ്കോ ഫുൾ വർഷ പാനാ ഹേ യാ തോടാ
നിങ്ങൾ അവകാശിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സമ്പത്ത് നേടണോ അതോ കുറച്ച് മതിയോ? എല്ലാവരും പറയും ഫുൾ സമ്പത്ത് വേണം, അല്ല ഫുള്ള് കിട്ടണമെന്നല്ലേ പറയും, മുഴുവൻ. തോ ഫുൾ വർഷാഹേ, അതിനാൽ ഫുൾ സമ്പത്ത്, മുഴുവൻ 21 ജന്മത്തേക്കുള്ള സമ്പത്ത്, ആദ്യ തൊട്ട് അന്ത്യം വരേക്കും. അതായത് റോയൽ പ്രജയിലല്ല, റോയൽ ഫാമിലിയിലേക്ക് നമുക്ക് വരണം. അതുകൊണ്ട് ബാബ പറയാ റോയൽ ഫാമിലി മേ ആന, റോയൽ ഫാമിലി, രാജ്യ ഫാമിലിയിലേക്ക് നമുക്ക് വരണം. സിംഹാസനത്തിൽ ഒരാളല്ലേ ഇരിക്കുള്ളൂ, അല്ലെ? യുഗളിരിക്കും, 2 പേരെ ഇരിക്കും. എന്നാൽ വഹം കി സഭ ജബ് ഭി ലഗ്തി ഹേ തോ റോയൽ ഫാമിലി കെ വിശേഷ നിമിത്താത്മായും വഹ താജ്ദാരി ബൻകെ ഭരത്തെ ഹി. പക്ഷെ എപ്പോഴെല്ലാമാണോ രാജ്യസഭ കൂടുന്നത്, രാജാന്റെ കൊട്ടാരത്തിൽ എപ്പോഴാണ് രാജ്യസഭ കൂടുമ്പോൾ റോയൽ ഫാമിലിയിലെ വിശേഷ നിമിത്താത്മാക്കളും അവരും കിരീടധാരിയായിട്ടാണ് ഇരിക്കുന്നത്. ബിനാ താജ് നിഹി ഭരത്തേഹി. അപ്പൊ അവിടെ എന്താ ചെയ്യുക? കിരീടം ഇല്ലാതെ അവരിയ്ക്കില്ല. സത്യത്തിലെ റോയൽ ഫാമിലിയിലെല്ലാം രാജാക്കന്മാർ, രാജ കുടുംബത്തിൽ പെട്ടവരാണ്. അതുകൊണ്ട് കിരീടം ഇല്ലാതെ അവരിയ്ക്കില്ല. ഓർ ഹർ കാര്യം മേ സലാ റായ് ദേനെ വാലെ. ഇനിയോ അവിടെയുള്ളവര് എല്ലാ കാര്യത്തിലും അങ്ങനെ പരസ്പരം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവര്, അതായത് വഴികൾ പരസ്പരം പറയുക, മാർഗം പരസ്പരം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ളവരാണ്. ഇനി അവിടെ കേവലം രാജ്യം ഭരിക്കുക മാത്രം, ഒരാളിരുന്ന് രാജ്യം ഭരിക്കുക അങ്ങനെയല്ല. അവിടെ എല്ലാവരും പരസ്പരം നിർദ്ദേശങ്ങൾ നൽകി, വഴികൾ നൽകി, ആ വഴികളിലൂടെയാണ് അവര് ചെയ്യുക. ഇസ്ലിയെ अगर संपूर्ण वर्षा लेना है तो पहले जन्म से लेके अंत तक 21 जन्म पूरे, आधी भी नहीं, बीच में तो जाना नहीं है, अकाली मृत्यु तो होना नहीं है. ബാബ പറയണത് അഥവാ സമ്പൂർണ്ണ സമ്പത്ത് നമുക്ക് എടുക്കണമെങ്കിൽ, സമ്പത്ത് നേടണമെങ്കിൽ ആദ്യ ജന്മം മുതൽ അന്തിമ ജന്മം വരേക്കും, അതായത് 21 ജന്മം വരേക്കും പൂർണ്ണ സമ്പത്ത്. അപ്പൊ അതാ പറയണത് ഈ മുഴുവൻ സമ്പത്തും, പകുതിയല്ല, മുഴുവൻ 21 ജന്മസമ്പത്തും ഇടയിൽ പോവില്ല, ഇടയിൽ പോവാനും പാടില്ല. അപ്പൊ പറയണ അതിനാൽ പൂർണ്ണ സമ്പത്ത് നിങ്ങൾക്ക് എടുക്കണോ അതോ കുറച്ച് കിട്ടിയതിൽ നിങ്ങൾ സന്തോഷിക്കണോ? എന്താണ് വേണ്ടതെന്ന് ബാബ ചോദിക്കുകയാണ്. മുഴുവൻ സമ്പത്ത് എടുക്കണോ അതോ നിങ്ങൾക്ക് കുറച്ച് കിട്ടിയതിൽ മാത്രം ബാബയെ കിട്ടി, കുറച്ചൊരു സമാധാനം സന്തോഷം കിട്ടി, അവിടെ കുറച്ച് കിട്ടിയതിൽ മാത്രം നിങ്ങൾ സന്തുഷ്ടരായിട്ട് ഇരിക്കുകയാണോ? ആപ്കി മാതേശ്വരി ജഗദംബ സദാ യഹ് ലക്ഷ്യ രഖ്തി തി ബാപ് ദാദാനെ ജോ ശ്രീമത് चाहे मनसा चाहे वाजा चाहे कर्मणा जो भी श्रीमत दी वह हमें करना ही है. അപ്പോ നമ്മുടെ എല്ലാ മാതേശ്വരി ജഗദംബ സരസ്വതി മമ്മ എപ്പോഴും ഈ ലക്ഷ്യം വെക്കുമായിരുന്നു. മമ്മയുടെ പ്രത്യേകത അതായിരുന്നു. ബാബ പറയണത് ബാപ്ദാദ എന്ത് ശ്രീമതം കൊടുത്തുവോ, അല്ലെ, അത് മനസ്സുകൊണ്ടേക്കോട്ടെ, വാക്കുകൊണ്ടേക്കോട്ടെ, കർമ്മം കൊണ്ടേക്കോട്ടെ, എന്ത് ശ്രീമതം ബാബ നമുക്ക് തന്നുവോ അത് ചെയ്യുക തന്നെ വേണം. ബാബ തന്ന എല്ലാ ശ്രീമതങ്ങളും ചെയ്യുക തന്നെ വേണം. ഈ ലക്ഷ്യം മമ്മ വെച്ചിരുന്നു. ऐसे पूरा वर्षा लेने वाली ऐसे लक्ष्य बुद्धि में रखो कि अचानक एवरेडी और बहुत समय तीनों ही शब्द साथ में याद रखो. അതുകൊണ്ട് തന്നെ പൂർണ്ണ സമ്പത്ത് എടുക്കുന്നവര്, ബാബയിൽ നിന്ന് മുഴുവൻ സമ്പത്ത് നേടുന്നവരെപ്പോഴും ബുദ്ധിയിൽ 3 ശബ്ദങ്ങൾ ഓർമ്മ വെക്കണം. ഒന്നാമത്തേത് അചാനക്, അപ്രതീക്ഷിതമായി. 2 എവർ റെഡി, സദാ തയ്യാർ. 3 ബഹുത്ത് സമയം, വളരെയധികം, വളരെ കാലം, വളരെ സമയം. ഈ 3 ശബ്ദങ്ങൾ എപ്പോഴും ഓർമ്മ വെക്കണം. ആരാണ് ഓർമ്മ വെക്കേണ്ടതെന്ന് വെച്ചാൽ മുഴുവൻ സമ്പത്ത് എടുക്കേണ്ടവർക്ക്. അവർ ഈ 3 ശബ്ദങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. അചാനക്, അപ്രതീക്ഷിതം. എവർ റെഡി, സദാ തയ്യാർ. 3-ാമത്തേതാണ് ബഹുത്ത് സമയം, വളരെ കാലം.
ഈ 3 ശബ്ദങ്ങൾ എപ്പോഴും ഇത്രയും ഇന്റർ കണക്റ്റഡ് ആണ്. ഈ 3 ശബ്ദങ്ങൾ. അപ്പൊ ഇതെപ്പോഴും 3 ഓർമ്മ വെക്കൂ. इसलिए बाप दादा के सभी आशाओं के दीपक बच्चों प्रति यही वरदान है कि सदा यह तीनों ही शब्द याद रखकर सभी आशाओं के दीपक बनने का प्रत्यक्ष सबूत दिखाओ. അതുകൊണ്ട് ബാപ് ദാദയുടെ എല്ലാ ആശാദീപങ്ങളായിട്ടുള്ള കുട്ടികളെ പ്രതിയുള്ള വരദാനം ഇതാണ്. ബാബ ആശാദീപങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന വരദാനം ഇതാണ്. അതായത് സദാ ഈ 3 ശബ്ദം ഓർമ്മിച്ചുകൊണ്ട് അചാനക് എവറടി ബഹുത് സമയം, ഈ 3 ശബ്ദം നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും ആശാദീപമായി മാറുന്നതിന്റെ പ്രത്യക്ഷ തെളിവ് കാണിക്കും. ബാബയുടെ ആശകളെ പൂർത്തീകരിക്കുന്ന വിളക്കുകൾ ഇതാകാനുള്ള പ്രത്യക്ഷ തെളിവ് ചെയ്ത് കാണിക്കൂന്ന് ബാബ പറയാണ്. ബാബ് ദാദാനെ ദേഖ, ബാബ എന്താ കണ്ടത്? ബാബ വ്യത്യസ്ത പ്രകാരത്തിലുള്ള കോഴ്സുകളെല്ലാം കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, അത് നല്ലത് തന്നെയാണ്. ബാബ് ദാദ മുബാറക് ദേത്തേഹി. അപ്പൊ കുട്ടികൾ ഈ കോഴ്സൊക്കെ ഉണ്ടാക്കിയതിന് ബാബ ഒരുപാട് ആശംസകൾ കുട്ടികൾക്ക് തരുന്നുണ്ട്. എന്നാൽ അബ് സമയ പ്രമാൺ, പക്ഷേ ഇപ്പോൾ സമയമനുസരിച്ച് കോഴ്സല്ല, കോഴ്സിന് പകരം ഫോഴ്സ്, ശക്തി, ബലം നിറയ്ക്കുക അല്ലെ. കോഴ്സിന്റെ ടൈം കഴിഞ്ഞു, ഇനി കോഴ്സിന് പകരം ഫോഴ്സിന്റെ കോഴ്സ്, ബലമാണ് കൊടുക്കേണ്ട, ശക്തി, ഫോഴ്സോട് കൂടി ചെയ്യിപ്പിക്കുക. ऐसा फोर्स का कोर्स कराओ जो वह आत्माएं बाप के सिर्फ स्नेही सहयोगी नहीं बने, लेकिन हर श्रीमत को पालन करने वाली फोर्स, सर्व फोर्स बनने वाली आत्मा बने. ഇനിയുള്ള സമയം എന്തായിരിക്കണം? ബാബ പറയണത് നോക്കൂ. അതായത് ഫോഴ്സിന്റെ കോഴ്സ് ചെയ്യിപ്പിക്കൂ, ആത്മാക്കളിൽ ശക്തി കൊടുക്കുന്നതിന്റെ കോഴ്സ് ചെയ്യിപ്പിക്കാൻ പറയണം. അതായത് ആത്മാക്കള്, മറ്റുള്ളവര് ബാബയുടെ സ്നേഹി സഹയോഗിയായിട്ട് വെറും മാറുകയല്ല അല്ലെ. ഈ യജ്ഞമൊക്കെ ഒന്ന് മനസ്സിലാക്കി, യജ്ഞം നല്ലതാണ്, വരുന്നു, മുരളി കേൾക്കണു, പോണു, യജ്ഞത്തിന് എന്തെങ്കിലുമൊക്കെ സഹയോഗങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വെറും ബാബയുടെ സ്നേഹി സഹയോഗിയായി മാറാതെ ഓരോ ആത്മാവിനെയും എന്താക്കി നമ്മൾ തീർക്കണം? ബാബയുടെ ഓരോ ശ്രീമത്തും പാലിക്കുന്നവരാക്കി തീർക്കണം. അതേപോലെ ആത്മാക്കളെല്ലാം ശക്തി നിറഞ്ഞവരായിട്ട് മാറണം. എന്താണ്? സർവ ശക്തി, ഫോഴ്സ് നിറയ്ക്കുന്ന ആത്മാവായിട്ട് മാറണം. സമീപകാരത്നബനെ, എല്ലാവരും ബാബയുടെ സമീപരത്നങ്ങളായിട്ട് മാറണം. വെറുതെ സ്നേഹി സഹയോഗി സംബന്ധ സമ്പർക്കത്തിൽ ഒരുപാട് ബാബയുടെ കുട്ടികളെ കിട്ടുക, അങ്ങനെയല്ല. ബാബയുടെ സമീപരത്നം, ബാബയുടെ ഓരോ ശ്രീമത്തും പാലിക്കുന്ന കുട്ടികളെ തയ്യാറാക്കണം. യഹ് ഹോ സക്താ ഹേ, ബാബ ചോദിക്കുക, ഇത് സാധിക്കൂ? നമുക്ക് ചെയ്യേണ്ട സേവനമാണ്, സമയമനുസരിച്ച് ഇപ്പോൾ നടക്കേണ്ട സേവനാണ്. കുട്ടികൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലേ ചോദിക്കുക. അബി ഫോഴ്സ് കാ കോഴ്സ് കരാവോ ക്യോങ്കി ബാപ് ദാദാ ദേഖ് രഹേ ഹേ. അതുകൊണ്ട് ഇപ്പോൾ ഫോഴ്സിന്റെ കോഴ്സ് ചെയ്യിപ്പിക്കാൻ പറയാണ്, ശക്തി കൊടുക്കുന്നതിന്റെ കോഴ്സ് ചെയ്യിപ്പിക്കൂ. എന്തുകൊണ്ടെന്നാൽ ബാപ്ദാദ നോക്കുന്നുണ്ട്, ഇപ്പോൾ പ്രകൃതി ഇളക്കത്തിലേക്ക് വന്നു കഴിഞ്ഞു. ടൈം, പ്രകൃതി, അവതാ പറയുന്നത് സമയം, ഇപ്പോ പ്രകൃതിയുടെ ഇളക്കം അതിപ്പോ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കാരണത്താൽ പ്രകൃതിയുടെ ഇളക്കം തന്റെ പ്രഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി അതിന്റെ പ്രഭാവം കാണിക്കുക. അതുകൊണ്ട് തന്നെ ബാബ പറയാ, നിങ്ങളെല്ലാം പ്രാക്ടിക്കലിൽ കാണാൻ പോവാണ്. എന്താണോ നിങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്നൊരു കാര്യം ബാബ പറയണത്, നിങ്ങൾ അതൊക്കെ ഇനി പ്രാക്ടിക്കലിൽ കാണാൻ പോവാണ്. तो പ്രകൃതി കോബി സദോ പ്രധാൻ ബനാന ഹെ. അതിനാൽ പ്രകൃതിയെ പോലും സദോ പ്രധാനമാക്കി മാറ്റണം. അബി തോ അപ്നെ അപ്നെ പ്രഭാവ് ഡാൽ രഹി ഹെ. ഇപ്പോൾ അവരവരുടെ പ്രഭാവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലിയേ സമയ പ്രതി സമയ നെയ് നെയ് ബാത്തേം ഹോത്തി രഹത്തി ഹെ. അതുകൊണ്ട് സമയം പ്രതി സമയം, സമയത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഓരോ നിമിഷവും പുതിയതാ. അപ്പൊ ഓരോ കാര്യങ്ങളും
പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലേക്കിൻ ആപ് സബ് തോ വാരിസ് ഹോ നാ, എന്നാൽ നിങ്ങൾ എല്ലാവരും അവകാശികളല്ലേ. സിർഫ് സ്നേഹി സഹയോഗി നഹി, വാരിസ് ഫുൾ അധികാരി. അവ പറയും, നിങ്ങൾ വെറും ഒരു സ്നേഹിയോ സഹയോഗിയോ അല്ല, നിങ്ങൾ അവകാശിയാണ്, നിങ്ങൾ എൻ്റെ സമ്പത്തിന്റെ പൂർണ്ണ അധികാരിയാണ്. ഹേ, അപ്പൊ ചോദിക്കുക, അല്ലേ? വാരിസേന, അവകാശിയാണല്ലോ. ഡബിൾ ഫോറിനേഴ്സ് ബി വാരിസേന, ഡബിൾ ഫോറിനേഴ്സും ഡബിൾ വിദേശികളും അവകാശിയല്ലേ? വീണ്ടും ചോദിക്കുകയാണ്. സോ ഫുൾ സമ്പത്ത് എടുക്കുന്നവരല്ലേ? അധൂരാ നഹി, പകുതിയല്ലല്ലോ, ഫുൾ സമ്പത്ത് എടുക്കുന്നവരല്ലേ? ഇനി പാണ്ഡവരും മുഴുവൻ സമ്പത്ത് എടുക്കുന്നവരാണല്ലോ. തോ ബാപ് ദാദാക്കി ആശാ കാ ദീപക് ഹും, അപ്പൊ കുട്ടികളെക്കാരാണ്? ബാപ് ദാദയുടെ ആശാദീപങ്ങളാണ്. തോ യഹി യാദ് രഖോ, അതുകൊണ്ട് എപ്പോഴും ഇത് ഓർമ്മ വയ്ക്കൂ. സ്മൃതി ദിവസത്തില് ഓരോ കുട്ടിയും, അതായത് ഇപ്പൊ വന്നാലും വന്നിട്ടില്ലെങ്കിലും ദൂരത്തിരിക്കുകയാണെങ്കിൽ പോലും ഹൃദയത്തിലാണ് ബാബയുടെ. ഇതെപ്പോഴും ഓർമ്മ വേണം. അല്ല, മധുബനിലേക്ക് ബാബയുടെ കുട്ടികൾ എത്തിയാലും എത്തിയിട്ടില്ലെങ്കിലും ദൂരത്താണെങ്കിൽ പോലും അവരുടെ സ്ഥാനം ബാബയുടെ ഹൃദയത്തിലാണ്. हरेक को बाप दादा की आज्ञा बनना और मानना है कि मुझे कभी शब्द नहीं कहना है. ഇനി മധുബനിൽ വരാത്ത കുട്ടിയാണെങ്കിലും വന്ന കുട്ടികളാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ബാപ് ദാദയുടെ ആജ്ഞ ഇതാണ്, ഒരൊറ്റ ആജ്ഞ ഇതാണ്. ഒരിക്കലും ഞാൻ, ബാബ പറയാണ്, നമ്മൾ ചെയ്യേണ്ട ആജ്ഞ, പാലിക്കേണ്ട ആജ്ഞ ഇതാണ്. അതായത് ഒരിക്കലും ഞാൻ ഇടയ്ക്ക് എപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദം ഞാൻ ഒരിക്കലും പറയില്ല. ഈ ആജ്ഞ നിങ്ങൾ അംഗീകരിക്കണം, ആയിത്തീരണം. ഇതാണ് ബാബയുടെ ആജ്ഞ. ഒരിക്കലും നമ്മൾ പിന്നേക്ക് മാറ്റിവെക്കുന്ന ശബ്ദം, അതാണ് കഭി, എപ്പോഴെങ്കിലും, അല്ലെ? ആ രീതിയിൽ, ഇപ്പോൾ എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും, പിന്നീട് എപ്പോഴെങ്കിലും. അപ്പൊ ആ ശബ്ദം നമ്മൾ ഒരിക്കലും പറയരുത്. ഇപ്പോൾ ബാബയുടെ ഡിക്ഷണറി ഒറ്റ ശബ്ദമേ ഉള്ളൂ, ഇപ്പോൾ. കാരണം ടൈം ഇപ്പോഴേ നമുക്കുള്ളൂ കയ്യില്. അടുത്ത സെക്കൻഡ് എന്താന്ന് പറയാൻ പറ്റില്ല. അതാ ബാബ എന്താ പറഞ്ഞേ? കൽബി കിസ്നെ ദേഖ, നാളെ നമ്മൾ ആര് കണ്ടു, എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോ ആശ്, ഇന്ന്, ഇപ്പോ. ജോ കർണാ ഹേ വഹ് കർണാ ഹി ഹേ, സോച്നാ നഹി. നമുക്ക് എന്ത് ചെയ്യണോ അത് ചെയ്യുക തന്നെ വേണം, ചിന്തിക്കരുത്. സോച്ചെങ്കെ കരേങ്കെ ഹോ ജായേഗാ ഏ ബാപ് കോ ബി. ഇനിയോ ബാബ പറയാണ്, ചിന്തിക്കാം, ചെയ്യാം, ഇതൊക്കെ നടന്നോളും. അപ്പം ഇതും ശരിയല്ല, അല്ലേ? അവിടെ പറയണത്, ബാബ ആപ് ഖ്യാൽ നഹി കരോ ഹർ ഹം സമയ പർ ടീക് ഹോ ജായെങ്കെ. എന്നിട്ട് ബാബയെ നമ്മൾ ശരിക്കും ആശ്വസിപ്പിക്കുകയാണ്. കുട്ടികൾ ഒക്കെ ഞാൻ ആയിക്കോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബാബയ്ക്ക് നമ്മൾ ആശ്വാസം കൊടുക്കുക. എന്നിട്ട് ബാബയോട് പറയാണ്, ബാബ അങ്ങൊന്നും ചിന്തിക്കണ്ട, ഒക്കെ സമയത്ത് ഞങ്ങൾ ശരിയായിക്കോളാം. ഇങ്ങനെ ബാബയ്ക്കൊരു ആശ്വാസം കുട്ടികൾ കൊടുക്കുകയാണ്. ലേക്കിൻ बाप दादा यही चाहते कि अभी अभी कोई भी पेपर आ जाए तो हर एक बच्चा फुल पास हो जाए. പക്ഷെ ബാപ്ദാദ എന്താ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും പേപ്പർ വന്നാൽ, എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ എല്ലാവർക്കും വരുമല്ലോ, അപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഫുൾ പാസ് ആവണം. ഹോ സക്താ ഹേ, നടക്കൂ? പാസ്സാവില്ലേ? പാസ്സാവണല്ലോ. ശരി, ഇന്ന് ആദ്യ തവണ ആരാണോ വന്നത്, അതായത് മധുബനിലേക്ക് ആദ്യത്തെ തവണ ആരാണോ വന്നത്, അവർ കൈ ഉയർത്താൻ വേണ്ടി പറയണ ബാബ. അപ്പോ ആദ്യ പ്രാവശ്യം ഫസ്റ്റ് ബാബ മീറ്റിന് വന്നവർക്ക് ബാപ്ദാദ ആശീർവാദങ്ങൾ, ആശംസകൾ കൊടുക്കുകയാണ്. ഒപ്പം വരദാനവും ബാബ പുതിയ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. തീവ്ര പുരുഷാർത്ഥിയായിട്ട് മാറി നിങ്ങൾക്ക് എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും മുന്നോട്ട് പോവാൻ സാധിക്കും. പുതിയവർക്കുള്ള ബാബയുടെ ആശീർവാദമാണ്. പുതിയവരെപ്പോഴും പറയും, ഞങ്ങൾ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനും പദവി നേടാനും ഞങ്ങൾക്ക് കഴിയൂ എന്നുള്ള ചോദ്യത്തിന്റെ ബാബയുടെ ഉത്തരം ബാബ അവർക്ക് കൊടുക്കുന്ന വരദാനാണ്. നിങ്ങൾ ഇപ്പൊ വന്നാലും കുഴപ്പമില്ല, തീവ്ര പുരുഷാർത്ഥിയായി മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ
സാധിക്കും. യഹ് വരദാൻ പ്രാക്ടിക്കൽ में लाने चाहे तो बाप दादा का वरदान है. അതുകൊണ്ട് ഈ ഒരു വരദാനം, ബാബ നൽകിയ വരദാനം നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാപ് ദാദ നമുക്ക് തരുന്ന വരദാനം ഇതാണ്. ഇസ്കേലിയെ അതിനുവേണ്ടി ആദ്യ തവണ ഫസ്റ്റ് ബാബ മീറ്റിന് വേണ്ടി വന്നവർക്ക് വേണ്ടി ബാപ് ദാദ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കുകയാണ് പുതിയവർക്ക്. അതായത് ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ്, യഹ് ദിൽ ഖുഷ് മിഠായി ഖാലോ. ബാബ പറയാ, ബാബർക്ക് കൊടുക്കുന്ന സന്തോഷ വാർത്ത ഇതാണ്. അവസാനം വരുന്നവര് ഫാസ്റ്റ് ആയിട്ട് പോകും, ഫാസ്റ്റ് ആയി പോകുന്നവര് ഫസ്റ്റിലെത്തും. ആണ് ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ്. ഈ ദിൽ ഖുഷ് മിഠായി, ഈ മിഠായി നിങ്ങൾ കഴിച്ചോളൂ, സന്തോഷായില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. ബാപ്ദാദയ്ക്ക് ഈ സന്തോഷമുണ്ട്. അതായത് ടു ലേറ്റ് ബോർഡ് വെക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്നുവല്ലോ, ഇത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ടു ലേറ്റ് ബോർഡ് വെക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്നു. 2010 അവ്യക്ത മുരളിയാണ്. ടു ലേറ്റ് ബോർഡ് വെക്കുന്നതിന് മുമ്പേ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇതെത്ര സന്തോഷമുള്ള കാര്യമാണ്. അഥവാ നിങ്ങൾ മുന്നോട്ട് പോയി എങ്കിൽ, അതായത് നിങ്ങളിപ്പോ വന്നു എന്നിട്ട് മുന്നോട്ട് പോയാലും, പുതിയവർ മുന്നോട്ട് പോയാലും നമ്മളെല്ലാവരും സന്തോഷിക്കും. അവ പറയാണ്, പഴയവര് കുട്ടികളും ബാബയൊക്കെ എല്ലാവരും സന്തോഷിക്കും. ഒരിക്കലും ഇങ്ങനെ പറയില്ല. അതായത് ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ, നിങ്ങൾ വന്നല്ലോ, ഇല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റി, എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയില്ല. അപ്പം പഹലെ ആപ്പ്, ആദ്യം താങ്കൾ പോയി എത്തിച്ചേരൂ, നിങ്ങൾ പോയി മുന്നേറി വിജയിക്കൂ, ഇതാണ് ബാബ പറയുള്ളൂ. ശരി, ഇരുന്ന് ഈ ദിൽഖുഷ് മിഠായി കഴിക്കൂ. ബാബ പുതിയവർക്ക് വേണ്ട ദിൽഖുഷ് മിഠായി കഴിപ്പിച്ചു. അതായിരുന്നു ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ്. ഈ വരദാനം ബാബ കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് നൽകി. ഓം ശാന്തി.